Good morning. Good morning, ma'am. Good morning, ma'am. Good morning. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച എല്ലാവരും രാവിലത്തെ ഫുഡൊക്കെ കഴിച്ചാ കഴിച്ചു അല്ലേ? ശരി. രാവിലെ നല്ല നല്ല ഭക്ഷണം കഴിച്ചിട്ട് വേണം ക്ലാസ്സിൽ വന്നിരിക്കാൻ. പിന്നെ നിങ്ങളിപ്പോ എന്താ പറയാ വീഡിയോ ഓഫ് ചെയ്തിട്ടിട്ടാണ് ക്ലാസ് കേൾക്കുന്നത്, കുഴപ്പമില്ല. അപ്പൊ വീഡിയോ കേട്ടാ മതി. ക്ലാസ് കേട്ടോണ്ട് ഭക്ഷണം കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഓക്കെ. ഞാൻ കഴിച്ചു. ഞാൻ നേരത്തെ കഴിക്കും. ഓക്കെ. ഓക്കെ വിജിത, ഗുഡ് മോർണിംഗ്. തുടങ്ങാം. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞ ക്ലാസ്സില് നമ്മൾ എടുക്കുന്നതിനെ വായിച്ചു നോക്കിയോ? എല്ലാവർക്കും ടെക്സ്റ്റ് കിട്ടിയിട്ടുണ്ടാവില്ല അല്ലെ? ടെക്സ്റ്റ് ഒക്കെ കിട്ടി തുടങ്ങി എല്ലാവർക്കും? ഓക്കെ കുഞ്ഞു, ഗുഡ് മോർണിംഗ്. ടെക്സ്റ്റ് കിട്ടിയോ എല്ലാവർക്കും? ഇല്ല, കിട്ടിയിട്ടില്ല അല്ലെ? ഓക്കെ, കുറച്ച് പേർക്ക് കിട്ടി. ഓക്കെ, കുഴപ്പമില്ല കേട്ടോ. കിട്ടിയവര് അതിൽ നോക്കുക, അല്ലാത്തവര് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് ടെക്സ്റ്റ് ബുക്ക് കിട്ടുമ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ നല്ലപോലെ വായിച്ചു നോക്കണം കേട്ടോ. അതിന് വിട്ടൊരു ക്വസ്റ്റ്യൻസ് ഒന്നും നിങ്ങൾക്ക് വരില്ല കേട്ടോ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ കാര്യങ്ങൾ തന്നെയാണ് എക്സാമിന് വരുള്ളൂ കേട്ടോ. അതിന് വിട്ടൊന്നും തന്നെ ചോദിക്കില്ല. അപ്പൊ അതിനെ പറ്റി നിങ്ങൾ പേടിക്കണ്ട കേട്ടോ. ഓക്കെ. അപ്പോ കഴിഞ്ഞ ക്ലാസ്സില് നമ്മള് എന്താ പറയാ പുതിയൊരു ചാപ്റ്റർ നമ്മള് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? ഡിപ്പാർട്ട്മെന്റ്സ് അല്ലേ? ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ഹോസ്പിറ്റൽ അല്ലെ? ചാപ്റ്റർ നമ്പർ 5 അല്ലെ? പുതിയൊരു ചാപ്റ്റർ ആണ് ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ് നമ്മൾ തുടങ്ങിയിരുന്നു. അപ്പൊ അതിൽ പ്രധാനമായിട്ടും നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഡിപ്പാർട്ട്മെന്റിനെ നമ്മൾ 3ആയിട്ടാണ് ഡിവൈഡ് ചെയ്ത് പഠിക്കുന്നത് കേട്ടോ. 3ആയിട്ട് വലിയൊരു ചാപ്റ്റർ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് പഠിക്കുന്നത്. ഓക്കെ. അപ്പൊ ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റിനെ പ്രധാനമായിട്ടും നമ്മൾ 3ആയിട്ടാണ് ഡിവൈഡ് ചെയ്ത്. ഏതൊക്കെയാണ്? മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്, അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. ഓർമ്മയുണ്ടല്ലോ ഏതൊക്കെയാണ്? മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, പിന്നെ രണ്ടാമത്തെ എന്താണ്? സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്, മൂന്നാമത്തെ എന്താണ്? അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ. ഇനി മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിനെ തന്നെ നമ്മൾ 2ആയിട്ട് സബ് ഡിവൈഡ് ചെയ്യും. ഏതൊക്കെയായിരുന്നു അത്? ഒന്ന് IPD, മറ്റൊന്ന് OPD അല്ലെ? IPD എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ? OPD എന്ന് പറഞ്ഞാൽ എന്താണ്? ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ. പിന്നെ അടുത്തത് അല്ലെ, സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിനെ നമ്മൾ പ്രധാനമായിട്ടും 4ആയിട്ടാണ് സബ് ഡിവൈഡ് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? ഒന്ന് തെറാപ്യൂട്ടിക് അല്ലെ? തെറാപ്യൂട്ടിക്. പിന്നെ വരുന്നത് ജനറൽ അല്ലെ? ജനറൽ എന്ന് പറഞ്ഞിട്ടൊരു ഡിപ്പാർട്ട്മെന്റ്. പിന്നെ വരുന്നത് ഡയഗ്നോസ്റ്റിക്സ് അല്ലെ? ഡയഗ്നോസ്റ്റിക്സ്. പിന്നെ ഇൻഫർമേറ്റീവ്. അപ്പൊ ഇതിൽ ഓരോ സബ് ഡിവിഷനകത്ത് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് അല്ലെ? ഓക്കെ. അത് നമ്മൾ പറഞ്ഞു. തെറാപ്യൂട്ടിക് ആകുമ്പോൾ ഫാർമസി, ഫിസിയോതെറാപ്പി, ഡയഗ്നോസ്റ്റിക്സ്. ജനറൽ ആകുമ്പോൾ CSSD, ഹൗസ് കീപ്പിംഗ്, കിച്ചൺ, ലോണ്ടറി, സെക്യൂരിറ്റി, മെയിൻ്റനൻസ്, മോർച്ചറി, അങ്ങനെയുള്ള ഭാഗങ്ങൾ വരുന്നു. ഡയഗ്നോസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ രോഗനിർണയമാണ് അല്ലെ? 2 രീതിയിൽ നമുക്ക് രോഗനിർണയങ്ങൾ നടത്താം. ഒന്ന്
ലാബ് ടെസ്റ്റുകളിലൂടെ, മറ്റൊന്ന് റേഡിയോളജി ടെസ്റ്റുകളിലൂടെ. ലബോറട്ടറി റേഡിയോളജിയാണ് ഡയഗ്നോസ്റ്റിക്സിന്റെ കീഴിലായിട്ട് വരുന്നത്. ഇൻഫർമേറ്റീവ് ആകുമ്പോൾ അതിനകത്ത് എന്തൊക്കെയാണ്? മെഡിക്കൽ റിസോഴ്സസും അതുപോലെ തന്നെ IT അല്ലെ, ഇൻഫർമേഷൻ ടെക്നോളജി. ഇനി നമ്മൾ പറഞ്ഞത് മൂന്നാമത്തെ ഡിവിഷൻ ആണ് അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ. അതിന് മെയിൻ ആയിട്ട് മൂന്നായിട്ടാണ് നമ്മൾ സബ് ഡിവൈഡ് ചെയ്തത്. ഇതൊക്കെയാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഉണ്ട്, ഫിനാൻസ് ഉണ്ട്, ഹ്യൂമൻ റിസോഴ്സസ് ഉണ്ട്. ഓക്കെ, ഇങ്ങനെ ഒരു ചെറിയൊരു ഇൻഡെക്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പരിചയം. ഇനി ഇതിനെ പറ്റി നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കാൻ പോകും. നോക്കിക്കേ, സ്ക്രീൻ നോക്കുക കേട്ടോ. ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്തവർ സ്ക്രീനിൽ ശ്രദ്ധിക്കാം. എന്താണ് പറയുന്നത് നോക്കുക. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ നമ്മൾ ആദ്യത്തെ ഡിവിഷൻ ആണ് ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഏതാണത്? മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് അല്ലെ. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിനെ നമ്മൾ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് IPD എന്നും OPD എന്നും തിരിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു ടാബുലർ കോളം കൊടുത്തിട്ടുണ്ട്, രണ്ട് ഡിവിഷൻസ് ആയിട്ട് അല്ലെ. എന്താണ് IPD എന്ന് പറഞ്ഞാൽ? എന്താണ്? ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ. പറഞ്ഞാല് ഇറ്റ് ഈസ് ദ യൂണിറ്റ് ഇൻ എ ഹോസ്പിറ്റൽ അല്ലെ. യൂണിറ്റ് ഇൻ എ ഹോസ്പിറ്റൽ ദാറ്റ് പ്രൊവൈഡ്സ് 24-hour care and accommodation to the patients which require the ongoing treatment, observation and recovery. അല്ലെ. എന്താണ് ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്? അതായത് കിടപ്പ് രോഗികൾ, രോഗികളെ നമ്മൾ കിടത്തി ചികിത്സിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ. അഡ്മിറ്റ് ചെയ്ത് ഈ പറയുന്ന പോലെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു കെയറും ട്രീറ്റ്മെന്റും ഒബ്സർവേഷനും റിക്കവറി ഒക്കെ ആവശ്യമായിട്ടുള്ള പേഷ്യൻസിന് 24 മണിക്കൂറും കെയറും അതുപോലെ തന്നെ അക്കോമഡേഷനും കൊടുക്കുന്ന ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ്. അതാണ് എന്ത്? ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ ആണല്ലോ. എന്താണ് ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാല്? ഓൺഗോയിങ്, അതായത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഒബ്സർവേഷനും ട്രീറ്റ്മെന്റും അതുപോലെ തന്നെ എന്താ പറയാ റിക്കവറി ഒക്കെ ആവശ്യമായിട്ടുള്ള പേഷ്യൻസിന് 24 മണിക്കൂറും എന്താ പറയാ പരിചരണങ്ങളും അതുപോലെ തന്നെ എന്താണ് കെയറും ഒക്കെ കൊടുക്കുന്ന ഹോസ്പിറ്റൽ യൂണിറ്റ് ആണ് ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലെ. നമ്മൾ പറഞ്ഞതാണ് ഇൻപേഷ്യന്റ് സർവീസസും ഔട്ട് പേഷ്യന്റ് സർവീസസും. അപ്പൊ ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിന് കൊടുക്കുന്ന സർവീസുകളെ ഇൻപേഷ്യന്റ് സർവീസ് എന്നും ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ കൊടുക്കുന്ന സർവീസുകളെ ഔട്ട് പേഷ്യന്റ് സർവീസസ് എന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ അതിൽ ആദ്യത്തെ നോക്കിയേ, ഇൻപേഷ്യന്റ് സർവീസസ് ആണ് എന്ന് പറഞ്ഞാല് അഡ്മിറ്റ് ആവുന്ന അല്ലെ, അഡ്മിറ്റ് ആയിട്ട് ട്രീറ്റ്മെന്റ് എടുക്കുന്ന പേഷ്യൻസിനായിട്ട് എന്തൊക്കെ സേവനങ്ങളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഞാൻ ഓൾവേസ് ചെയ്തേക്കാം. അപ്പൊ ഇൻപേഷ്യന്റ് അല്ലെ, അതായത് ഇൻപേഷ്യന്റ് സർവീസ് എന്ന് പറഞ്ഞാല് അഡ്മിറ്റ് ആയിട്ട് ട്രീറ്റ്മെന്റ് എടുക്കുന്ന പേഷ്യൻസിനായിട്ട് കൊടുക്കുന്ന സേവനങ്ങളാണ്. എന്തൊക്കെ സേവനങ്ങളാണെന്ന് നോക്കിക്കേ. എന്തൊക്കെ സേവനങ്ങളാണ് അവിടെ കൊടുക്കുക? പേഷ്യന്റ് റൂംസ് അല്ലെ, റൂമുകൾ കൊടുക്കും അല്ലെ. അവിടെ അഡ്മിറ്റ് ആവുന്ന പേഷ്യൻസിന് റൂമുകൾ കൊടുക്കും. അപ്പൊ റൂംസ് എന്താണ്? അതൊരു സർവീസ് ആണ്, ഇൻപേഷ്യന്റ് സർവീസ് ആണ് അല്ലെ. പേഷ്യന്റ് റൂംസ്. പിന്നെന്താണ്? പേഷ്യന്റ് വാർഡുകൾ അല്ലെ, വാർഡ്സ്. ഇപ്പൊ സാധാരണയായിട്ട് എന്താ പറയാ അഡ്മിറ്റ് ആയിക്കഴിഞ്ഞാൽ ചിലവര് വാർഡിലായിരിക്കും അക്കോമഡേറ്റ് ചെയ്യുന്നത്. മറ്റു ചിലർക്ക് ചിലപ്പോൾ കുറച്ചൊരു പ്രൈവസി ഒക്കെ ആവശ്യമുള്ള രോഗികളാണെങ്കിൽ അവർ ചിലപ്പോൾ ഒരു റൂം ആയിരിക്കും ഓപ്റ്റ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അത് പേഷ്യൻസിന്റെ ഡിമാൻഡിനനുസരിച്ചുകൊണ്ട് ഹോസ്പിറ്റൽ എന്ത് ചെയ്യും? അവർക്ക് പ്രൊവൈഡ് ചെയ്യും അല്ലെ. അപ്പൊ പേഷ്യന്റ് റൂംസ് ഉണ്ട്, പേഷ്യന്റ് വാർഡ്സ് ഉണ്ട്. പിന്നെന്താണ്? ഇന്റൻസീവ് കെയർ യൂണിറ്റ് അല്ലെ. ഇന്റൻസീവ് കെയർ യൂണിറ്റ് ICU അല്ലെ, തീവ്ര പരിചരണ വിഭാഗം. ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ട് ഏറ്റവും സീരിയസ് ആയിട്ടുള്ള പേഷ്യൻസിന് പരിചരണങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇന്റൻസീവ് കെയർ സർവീസുകളും ആർക്ക് കൊടുക്കുന്നുണ്ട്? ഈ പറയുന്ന ഇൻപേഷ്യൻസിന് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിനായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്ന് പറയുന്നത് അല്ലെ. പിന്നെന്താണ്? ഓപ്പറേഷൻ തിയേറ്റേഴ്സ് അല്ലെ, ഓപ്പറേഷൻ തിയേറ്ററുകള്. പിന്നെ ലേബർ റൂംസ്, മെറ്റേണിറ്റി വാർഡ്സ്. മെറ്റേണിറ്റി വാർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രസവ വാർഡുകൾ അല്ലെ. ഇപ്പൊ ഡെലിവറി സംബന്ധമായിട്ട് ട്രീറ്റ്മെന്റ് അഡ്മിറ്റ് ചെയ്യുന്ന പേഷ്യൻസിനാണെങ്കിൽ അവർക്ക് ലേബർ റൂമുകൾ, മെറ്റേണിറ്റി വാർഡുകൾ അല്ലെ, പ്രസവശേഷം അമ്മയ്ക്കും കുട്ടികൾക്ക് അക്കോമഡേറ്റ് ചെയ്യാനായിട്ടുള്ള മെറ്റേണിറ്റി വാർഡുകളും ആർക്ക് കൊടുക്കുന്നുണ്ട്? ഈ പറയുന്ന പേഷ്യൻസിന് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ എന്താണ്? ഇൻപേഷ്യന്റ് സർവീസസ് ആണ് എന്ന് പറഞ്ഞാല് ആ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്ന പേഷ്യൻസിനായിട്ട് കൊടുക്കുന്ന സേവനങ്ങൾ. ഏതൊക്കെയാണ് ആ സേവനങ്ങൾ ആലോചിച്ചാൽ തന്നെ നമുക്കറിയാം അല്ലെ. എന്തൊക്കെയാണ്? പേഷ്യന്റ് റൂംസ്, പേഷ്യന്റ് വാർഡ്സ്, ഇന്റൻസീവ് കെയർ യൂണിറ്റ്, ഓപ്പറേഷൻ തിയേറ്റേഴ്സ്, ലേബർ റൂം, മെറ്റേണിറ്റി വാർഡ്സ്. ക്ലിയർ ആണല്ലോ പറഞ്ഞത്? അതാണ് ഇൻപേഷ്യന്റ് സർവീസ്. അപ്പൊ നിങ്ങളോട് ചോദിക്കാം,
താഴെ തന്നിരിക്കുന്നതില് ഇൻ പേഷ്യന്റ് സർവീസസിൽ ഉൾപ്പെടുന്ന സേവനങ്ങൾ എന്തൊക്കെയാണ് ചിലപ്പോൾ ഇതൊക്കെ തരും, ഇതല്ലാത്ത ഒരു പോയിന്റ് കൂടെ തരും. ഓക്കെ, അപ്പൊ അത് കൃത്യമായിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ഏതൊക്കെയാണ് പേഷ്യന്റ് റൂംസ്, പേഷ്യന്റ് വാർഡുകള്, ലേബർ റൂം, മെറ്റേണിറ്റി വാർഡ്, ICU അല്ലെ, ഇന്റൻസീവ് കെയർ യൂണിറ്റ്, അതുപോലെ തന്നെ ഓപ്പറേഷൻ തിയേറ്റേഴ്സ്. ക്ലിയർ ആണല്ലോ? അടുത്ത നോക്കി, ഔട്ട് പേഷ്യന്റ് സർവീസസ് അല്ലെ, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ കൊടുക്കുന്ന സേവനങ്ങൾ അല്ലെ, അതിനെയാണ് നമ്മൾ ഔട്ട് പേഷ്യന്റ് സർവീസസ് എന്ന് പറയുന്നത്. അവിടെ ഒരുപാട് സേവനങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാന്ന് നോക്കി, ഫസ്റ്റ് വൺ എന്താണ്, കാഷ്വാലിറ്റി അല്ലെ. കാഷ്വാലിറ്റി നമ്മൾ എല്ലാവരും ഹോസ്പിറ്റലിൽ കണ്ടിട്ടുണ്ട് അല്ലെ. എന്താണ് കാഷ്വാലിറ്റി എന്ന് പറഞ്ഞാല്? എമർജൻസി ഡിപ്പാർട്ട്മെന്റ് അല്ലെ, മറ്റൊരു പേര് കൂടെ പറയൂ അതിനെ, എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, അത്യാഹിത വിഭാഗം എന്ന് പറഞ്ഞ് കണ്ടിട്ടില്ലേ? നമ്മൾ പെട്ടെന്ന് ഒരു എമർജൻസി കേസ് ആയിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അത് ഇവിടേക്കാണ് നമ്മൾ പോവുക, കാഷ്വാലിറ്റിയിലേക്കാണ് രോഗിയെ കൊണ്ടുപോകുന്നത് അല്ലെ. അതിനെ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയാറുണ്ട്. അപ്പൊ നിങ്ങൾ കണ്ടിട്ടുള്ള കാര്യമാണ് കാഷ്വാലിറ്റി. പിന്നെന്താണ്, കാർഡിയോളജി അല്ലെ. കാർഡിയോളജി എന്തുമായിട്ട് ബന്ധപ്പെട്ട വിഭാഗമാണ്? പറയൂ, കാർഡിയോളജി എന്തുമായിട്ട് ബന്ധപ്പെട്ട വിഭാഗമാണ്? ഹാർട്ട്. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. എന്താണ്, ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ചികിത്സ നൽകുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ്. കറക്റ്റ് ആണ് കേട്ടോ. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കറക്റ്റ് ആണ് കേട്ടോ, കാർഡിയോളജി. അടുത്തത് ഏതാണ്, ഡെർമറ്റോളജി. എന്തായിരിക്കും ഡെർമറ്റോളജി? നിങ്ങൾക്കറിയാം, സ്കിന്ന്. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. ഡാനിയ, ഷമാര അല്ലെ, ഷമാര, ആവണി, അഞ്ചു, അഞ്ജലി, ശരണ്യ, ഇഷ. ഓക്കെ, ലിസ്മ കറക്റ്റ് ആണ് കേട്ടോ. സ്കിന്ന് മാത്രമല്ല, സ്കിന്ന് വരുന്നുണ്ട്, ഹെയർ വരുന്നുണ്ട്, നെയിലൊക്കെ വരുന്നുണ്ട് കേട്ടോ. കറക്റ്റ് ആണ് കേട്ടോ, സ്കിന്ന്. അപ്പൊ ഡെർമറ്റോളജി അറിയാം. കറക്റ്റ് ആണ് കേട്ടോ, അറിയാം. പിന്നെന്താണ് അടുത്തത്, ഇയർ, നോസ് ആൻഡ് ത്രോട്ട് അല്ലെ, ENT. പേരിൽ തന്നെ നമുക്കറിയാം, ഇയർ, നോസ് ആൻഡ് ത്രോട്ട് അല്ലെ. കണ്ണുകൾ അല്ലെങ്കിൽ നമ്മുടെ നോസ്, ത്രോട്ട് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ എന്താണ് ചികിത്സ നൽകുന്ന വിഭാഗമാണ് ENT വിഭാഗം അല്ലെ. പിന്നെ അടുത്തത് ഏതാണ്, ജെറിയാട്രിക്സ്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിനകത്ത് പഠിച്ചു അല്ലെ. എന്താണ് ജെറിയാട്രിക്സ്? ജെറിയാട്രിക്സ് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്, എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? കറക്റ്റ് ആണ് കേട്ടോ. വെരി ഗുഡ്. ഓൾഡ് ഏജ്ഡ് പീപ്പിൾ പ്ലേസ്. ഓക്കെ, ഓൾഡ് ഏജ് കറക്റ്റ് ആണ് കേട്ടോ. അതായത് വാർദ്ധക്യ സഹജമായിട്ടുള്ള പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് അല്ലെ. അതായത് പ്രത്യേകിച്ച് എന്താണ്, പ്രായം ചെന്നിട്ടുള്ള ആളുകൾക്ക് വരുന്ന അസുഖങ്ങൾക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന ഒരു വിഭാഗമാണ് ജെറിയാട്രിക്സ് എന്ന് പറയുന്നത്. ഇത് മറന്നു പോകരുത് കേട്ടോ. ജെറിയാട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രായമായിട്ടുള്ള ആളുകളുടെ ചികിത്സാ വിഭാഗം, അതായത് വാർദ്ധക്യ സഹജമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ചികിത്സ കൊടുക്കുന്ന വിഭാഗമാണ് ജെറിയാട്രിക്സ് എന്ന് പറയുന്നത്. അടുത്തത് ഏതാണ്, ഗാസ്ട്രോ എന്ററോളജി. എന്താണ് ഗാസ്ട്രോ എന്ററോളജി? ആ പേരിൽ നിന്ന് കിട്ടും നമുക്ക്. എന്തായിരിക്കും ഗാസ്ട്രോ എന്ററോളജി എന്ന് പറയുമ്പോൾ? ഗ്യാസ്. ഓക്കെ, ഗ്യാസ്, ഡൈജസ്റ്റീവ് സിസ്റ്റം കറക്റ്റ് ആണ് കേട്ടോ. അശ്വിൻ, ശരണ്യ, നയന പറയുന്നത് സ്റ്റൊമക്ക് കറക്റ്റ് ആണ്. ഗ്യാസ് ആണ് അല്ലെ, ആ പേരിൽ തന്നെ അറിയാം അല്ലെ. അതായത് നമ്മുടെ ആമാശയമാണ്, സ്റ്റൊമക്ക് ആണ് കേട്ടോ. നമ്മുടെ ആമാശയം മാത്രമല്ല, എന്ററോ എന്ന വാക്ക് കേൾക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും ചിന്തിക്കുന്നത് കുടൽ സംബന്ധമായിട്ടാണ് കേട്ടോ. അപ്പൊ അത് കുടൽ സംബന്ധമായിട്ടുള്ളതും അതുപോലെ ആമാശയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ചികിത്സ കൊടുക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഗാസ്ട്രോ എന്ററോളജി എന്ന് പറയുന്നത് കേട്ടോ. നിങ്ങൾ പറഞ്ഞ ഗ്യാസ് ശരിയാണ്. ഗ്യാസ് എവിടെ നിന്ന് നമ്മൾക്ക് വരുന്നത്? സ്റ്റൊമക്ക് ആണ് അല്ലെ, ആമാശയമാണ്. അപ്പം ആമാശയ സംബന്ധമായിട്ടുള്ള കുടൽ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളെയൊക്കെ കൈകാര്യം ചെയ്യുന്ന വിഭാഗമാണ് ഗാസ്ട്രോ എന്ററോളജി എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്തത് ജനറൽ സർജറി. അത് പിന്നെ നിങ്ങൾക്ക് അറിയാലോ, ജനറൽ സർജറി. പിന്നെ എന്താണ് ഹെമറ്റോളജി? എന്താണ് ഹെമറ്റോളജി? എന്തുമായിട്ട് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് ആണ്? ബ്ലഡ്. ഓക്കെ, വെരി ഗുഡ്, കറക്റ്റ് ആണ് കേട്ടോ. ഡാനിയ, അഞ്ജുരന, നവ്യ, നയന കറക്റ്റ് ആണ് കേട്ടോ. ആവണി കറക്റ്റ് ആണ്. നിങ്ങൾക്ക് അറിയാവുന്നതാണ് അല്ലെ. അതായത് സ്റ്റഡി ഓഫ് ദ ബ്ലഡ് ആൻഡ് ബ്ലഡ് ഡിസോർഡേഴ്സ് അല്ലെ. ഈ പറയുന്ന ബ്ലഡിനെ പറ്റിയും ബ്ലഡ് ഡിസോർഡേഴ്സിനെ പറ്റിയൊക്കെയുള്ള ഒരു പഠനമാണ് എന്ത് ഹെമറ്റോളജി എന്ന് പറയുന്നത് കേട്ടോ. മഞ്ഞ കറക്റ്റ് ആണ് കേട്ടോ, ബ്ലഡ് ആണ്. ഓക്കെ, ഹെമറ്റോളജി. അടുത്തത് ഏതാണ്? ഒബ്സ്ട്രക്റ്റിസ്. എന്താണ് ഒബ്സ്ട്രക്റ്റിസ് അല്ലെ. ഒബ്സ്ട്രക്റ്റിസ് എന്തുമായിട്ട് ബന്ധപ്പെട്ട വിഭാഗമാണ്? ഒബ്സ്ട്രക്റ്റിസ് കണ്ണാണോ? അല്ല, കണ്ണല്ല. ഓക്കെ, അതിനെ പറയുന്നത് OBG. ഓക്കെ, അടുത്തത് എന്താണ് ഒബ്സ്ട്രക്റ്റിസ്? ഒബിസിറ്റി. ഓക്കെ, ഒബിസിറ്റി അല്ല. പിന്നെ അടുത്തത് അമിതവണ്ണം, അതും അല്ല. അത് ഒബിസിറ്റി അതല്ല കേട്ടോ. ഒബ്സ്ട്രക്റ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗൈനക്കോളജിയുടെ തന്നെ ഒരു ഉപവിഭാഗമാണ് ഒബ്സ്ട്രക്റ്റിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഗൈനക് എന്ന് പറഞ്ഞു, അതിന് പറഞ്ഞ അശ്വിൻ വുമൻ ഹെൽത്ത്.
ഓക്കെ, പ്രഗ്നൻസി 5 കറക്റ്റ് ആണ് കേട്ടോ. ഗൈനക്ക് ശരിക്കും പറഞ്ഞാൽ പ്യുവർ ഗൈനക്കോളജി അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. ഗൈനക്കോളജിയുടെ തന്നെ ഒരു ഉപവിഭാഗമായിട്ടാണ് ഒബ്സ്ട്രക്ടിക്സ് വരുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രത്യേകിച്ച് ഒരു പ്രസവ ചികിത്സ സംബന്ധമായില്ലെങ്കിൽ പ്രസവവുമായിട്ട് ബന്ധപ്പെട്ട ചികിത്സാ വിഭാഗമാണ്. അപ്പൊ നിങ്ങൾക്ക് തോന്നും ഗൈനക്കോളജി അത് തന്നെയല്ലേ. ഇവിടെ എന്താ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണയായിട്ട് ഈ പറയുന്ന പ്രഗ്നൻസി, അതുപോലെ തന്നെ ഡെലിവറി, പോസ്റ്റ് പാർട്ടം പീരീഡ് അങ്ങനെയുള്ള ചികിത്സകളൊക്കെ കൊടുക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഒബ്സ്ട്രക്ടിക്സ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാല് അമ്മയ്ക്കും കുഞ്ഞിനും ഒരുപോലെ പരിചരണം കൊടുക്കുന്ന ഒരു വിഭാഗമാണ്. അതേസമയം ഗൈനക്കോളജി എന്ന് പറയുമ്പോൾ കൂടുതലും അവിടെ വുമൻ എന്താ പറയാ സ്ത്രീകളുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് കൂടുതൽ അവിടെ കൈകാര്യം ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ അതിനകത്ത് പ്രഗ്നൻസിയും ചൈൽഡ് ബർത്ത് ഒക്കെ അതിനകത്ത് വരുന്നുണ്ട്, ഡെലിവറി ഒക്കെ വരുന്നുണ്ട്. പക്ഷെ ഒബ്സ്ട്രക്ടിക്സ് എന്ന് പറയുമ്പോൾ അവിടെ ഈ പറയുന്ന പ്രഗ്നൻസി, ചൈൽഡ് ബർത്ത്, പിന്നെ കുഞ്ഞായതിനു ശേഷം വരുന്ന ഈ പോസ്റ്റ് പാർട്ടം പീരീഡ്, അങ്ങനെ അമ്മയ്ക്കും കുഞ്ഞിനും ഒരുപോലെ പരിചരണം കൊടുക്കുന്ന ഒരു വിഭാഗമാണ് ഒബ്സ്ട്രക്ടിക്സ് എന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ പലർക്കും ഒരു കൺഫ്യൂഷൻ ആണ്, ഗൈനക്കും ഒബ്സ്ട്രക്ടിക്സും ഒന്ന് തന്നെയാണോ? ഒന്ന് തന്നെയല്ല, പക്ഷെ റിലേറ്റഡ് ആണ്, ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്ന് മാത്രം. ഗൈനക്കോളജി എന്ന് പറയുമ്പോൾ അവിടെ കൂടുതലും ഫീമെയിലിന്റെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ അതിനകത്ത് പ്രഗ്നൻസിയും ചൈൽഡ് ബർത്ത് ഒക്കെ വരുന്നുണ്ട്. ഒബ്സ്ട്രക്ടിക്സ് എന്ന് പറയുമ്പോൾ ഇത് മൂന്നും വരും. ഈ പറയുന്ന പ്രഗ്നൻസി, ചൈൽഡ് ബർത്ത്, പോസ്റ്റ് പാർട്ടം പീരീഡ്. ശരിക്കും പറഞ്ഞാൽ അമ്മയ്ക്കും കുഞ്ഞിനും ഒരുപോലെ പരിചരണം കൊടുക്കുന്ന ഒരു വിഭാഗമാണ് ഒബ്സ്ട്രക്ടിക്സ് എന്ന് പറയുന്നത് കേട്ടോ. അടുത്തതാണ് പീഡിയാട്രിക്സ്. എന്താണ് പീഡിയാട്രിക്സ് എന്ന് പറയുന്നത് അറിയാലോ? ചൈൽഡ് എല്ലാവർക്കും അറിയാം അല്ലെ. കുട്ടികളുമായിട്ട് ശിശുരോഗം അല്ലെങ്കിൽ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഭാഗമാണ് പീഡിയാട്രിക്സ്. ഇതേ പീഡിയാട്രിക്സിന്റെ തന്നെ ഒരു എന്താ പറയാ സബ് സ്പെഷ്യാലിറ്റി ആയിട്ട് വരുന്ന ഭാഗമാണ് നിയോനാറ്റോളജി അല്ലെ. NICU എന്നൊക്കെ പറയും, നിയോനാറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്, നിയോനാറ്റോളജി. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സാധാരണ നമ്മൾ ഈ ഡെലിവറി ഒക്കെ കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് മഞ്ഞ നിറമാണെന്നൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞുങ്ങളെ എവിടെ കൊണ്ടുവയ്ക്കുന്നത്? NICUലാണ് കൊണ്ടുവയ്ക്കുന്നത് അല്ലെ. അതായത് നിയോനാറ്റൽ, ന്യൂബോൺ ബേബീസിന്റെ. ഈ പീഡിയാട്രിക്സിന്റെ തന്നെ ഒരു ഉപവിഭാഗമാണിത് ഈ പറയുന്ന നിയോനാറ്റോളജി എന്ന് പറയുന്നത്. നമ്മൾ പഠിക്കുന്നുണ്ട് കേട്ടോ. എന്നാലും പീഡിയാട്രിക്സ് എല്ലാവർക്കും അറിയാവുന്നതാണ്, കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചികിത്സാ വിഭാഗമാണ് അല്ലെ. പിന്നെ അടുത്തത് ഏതാണ്? ന്യൂറോളജി അല്ലെ. ന്യൂറോളജി എന്തായിരിക്കും? അത് തന്നെ കറക്റ്റ് ആണ് കേട്ടോ. കുഞ്ഞു വിഷ്ണു, ഡാനിയ, ഗഗനയൊക്കെ പറഞ്ഞത് കറക്റ്റ് ആണ്. അഞ്ചു, ആവണി, ഓക്കെ, അനു, ദിസ്മ. ന്യൂറോ അല്ലെ, അതായത് നാഡീ സംബന്ധമായിട്ടുള്ള നെർവസ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്ന വിഭാഗമാണ് ന്യൂറോളജി എന്ന് പറയുന്നത്. കറക്റ്റ് ആണ് കേട്ടോ. വാണി, നവ്യ പറഞ്ഞത് കറക്റ്റ് ആണ്. അടുത്തത് ഏതാണ്? ഓങ്കോളജി. എന്താണ് ഓങ്കോളജി? നമ്മൾ പഠിച്ച ക്യാൻസർ. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. ക്യാൻസർ ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ. ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട ചികിത്സാ വിഭാഗമാണ് ഓങ്കോളജി എന്ന് പറയുന്നത്. ഓക്കെ, കറക്റ്റ് ആണ് എല്ലാവരും പറയുന്നത്. അടുത്തത് ഏതാണ്? ഒഫ്താൽമോളജി. എന്താണ് ഒഫ്താൽമോളജി? ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഐ അല്ലെ, കണ്ണുമായിട്ട് ബന്ധപ്പെട്ട വിഭാഗമാണ് ഒഫ്താൽമോളജി എന്ന് പറയുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലെ. ഇത് തന്നെയാണ് നമ്മൾ ഈ ചാപ്റ്ററിന്റെ എന്ത് പഠിക്കുന്നത്, എളുപ്പമായിരിക്കും കേട്ടോ. അപ്പൊ ഈ പറയുന്ന ഔട്ട് പേഷ്യന്റ് സർവീസസ് കൂടാതെ ഇനിയുമുണ്ട്, ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട് അല്ലെ. എന്തൊക്കെ ഡിപ്പാർട്ട്മെന്റുകൾ ഇനിയുണ്ട്? പൾമണോളജി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, നെഫ്രോളജി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അതുപോലെ തന്നെ എൻഡോക്രൈനോളജി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ന്യൂക്ലിയർ മെഡിസിൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട്. അപ്പൊ ഇതിൽ പറഞ്ഞത് മാത്രമല്ല, ഇതില് പറയാത്ത ഒന്ന് രണ്ടെണ്ണം കൂടെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് പഠിക്കും. പക്ഷെ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് കേട്ടോ. അപ്പൊ ഇത് എന്തിലാ വരുന്നത്? ഔട്ട് പേഷ്യന്റ് സർവീസസിനകത്താണ് വരുന്നത്. ക്ലിയർ ആണല്ലോ പറഞ്ഞത്? അത്രയേ ഉള്ളൂ. ഇനിയിപ്പോ നമുക്ക് ഓരോ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റുകൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്. ഏകദേശം ഒരു 24 ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റുകൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും അല്ല നമ്മൾ പഠിക്കുന്നത്, ഓരോ ഡിപ്പാർട്ട്മെന്റും എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പിന്നെ ചില ഡിപ്പാർട്ട്മെന്റുകൾ നമ്മൾ പറയുമ്പോൾ ആ ഒരു സിസ്റ്റവുമായിട്ട് വരുന്ന ആ ഒരു സിസ്റ്റത്തിൽ വരുന്ന പോലെ ഓർഗൻസുകളൊക്കെ നമ്മൾ പരിചയപ്പെടുത്തുന്നത്, അതും പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കണം കേട്ടോ. അല്ലാണ്ട് കൂടുതൽ ഡീപ്പായിട്ടൊന്നും നമ്മൾ പഠിക്കുന്നില്ല. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മൾ ഇൻപേഷ്യന്റ് സർവീസസ് ഉണ്ട്, ഔട്ട് പേഷ്യന്റ് സർവീസസ് ഉണ്ട്. ഇൻപേഷ്യന്റ് സർവീസസ് എന്ന് പറഞ്ഞാൽ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് കൊടുക്കുന്ന സേവനങ്ങളാണ്. അതെന്ന് പറഞ്ഞാൽ അഡ്മിറ്റ് ആയിട്ട് കിടക്കുന്ന പേഷ്യൻസിനായിട്ട് കൊടുക്കുന്ന ചില പ്രത്യേക സേവനങ്ങളാണ് അല്ലെ. ഏതൊക്കെയാണ്? പേഷ്യന്റ് റൂംസ്, പേഷ്യന്റ് വാർഡ്, ഇന്റൻസീവ് കെയർ യൂണിറ്റ്, ഓപ്പറേഷൻ തിയേറ്റർ, ലേബർ റൂം, മെറ്റേണിറ്റി വാർഡൊക്കെ അതിനകത്താണ് വരുന്നത്. ഔട്ട് പേഷ്യന്റ് സർവീസ് എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും അതിനകത്താണ് ഉൾപ്പെടുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ ഇനി നമുക്ക് ഓരോന്ന് നോക്കാം. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഫസ്റ്റ് വൺ നമ്മൾ പറയുന്നത് OPD ആണ് കേട്ടോ, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്.
ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. 24 മണിക്കൂറും ഈ പറയുന്ന പരിചരണവും അക്കോമഡേഷനും ഒക്കെ കൊടുക്കുന്ന ഒരു ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ് ആണ് ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. അത് ഇവിടെ കൊടുത്തിട്ടില്ല, പക്ഷെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. ഇനി എന്താണ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് അഥവാ OPD എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മൾ സാധാരണയായിട്ട് ഇപ്പൊ ഡോക്ടറെ നമ്മൾ അപ്പോയിന്റ്മെന്റ് ഒക്കെ എടുത്തിട്ട് നമ്മൾ ഡോക്ടറെ കാണാൻ പോകുന്നത് ഏത് ഡിപ്പാർട്ട്മെന്റിലോട്ടാണ്? OPD ഡിപ്പാർട്ട്മെന്റിലോട്ടാണ് അല്ലെ, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലോട്ടാണ്. അത് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ആണോ? ആണോ? OPD ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് 24 അവർ പ്രവർത്തിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ആണോ? ആണോ? അല്ല. ഓക്കെ, അല്ല അല്ലെ. 24 അവറും പ്രവർത്തിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് അല്ല. ഒരു പ്രത്യേക സമയം വരെ മാത്രമേ അവിടെ പ്രവർത്തിക്കൂ. ഇപ്പൊ നമ്മൾ സാധാരണ ഡോക്ടറെ കാണാൻ പോകുന്നു, ഡോക്ടറെ നമ്മൾ കൺസൾട്ട് ചെയ്യുന്നു, ഓൺലി കൺസൾട്ടേഷൻ മാത്രമാണ് അവിടെ നടക്കുന്നത് അല്ലെ. നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ഡോക്ടർ നമുക്ക് മരുന്നുകൾ തരുന്നു, അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലോട്ട് പോകുന്നു. ചിലപ്പോൾ 2-3 ദിവസത്തിന് ശേഷം വീട്ടിൽ ഒരു ഫോളോ അപ്പിന് വേണ്ടിയിട്ട് നമ്മളോട് വരാനായിട്ട് ഡോക്ടർ ആവശ്യം. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. അത്രയേ ഉള്ളൂ. ആ കാര്യങ്ങളൊക്കെ തന്നെയാണ് അവിടെ പറയുന്നത്. നമുക്ക് വായിക്കാം. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. ഇൻ ദിസ് ഡിപ്പാർട്ട്മെന്റ് people come to the hospital only for a consultation and not admission. പ്രത്യേകം അണ്ടർലൈൻ ചെയ്തിരിക്കുക കേട്ടോ. ഇതിന് വേണ്ടിയിട്ടാണ് അവിടെ വരുന്നത്. ഓൺലി ഫോർ എ കൺസൾട്ടേഷൻ ആണ്, നോട്ട് അഡ്മിഷൻ. അഡ്മിഷന് വേണ്ടിയിട്ടാണോ വരുന്നത്? അല്ല, അഡ്മിഷൻ എടുത്താൽ ഏത് ഡിപ്പാർട്ട്മെന്റ്? അത് ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ ജസ്റ്റ് ഒരു കൺസൾട്ടേഷന് വേണ്ടി മാത്രമായിട്ടാണ് രോഗികൾ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലോട്ട് വരുന്നത്. ഓക്കെ ആണല്ലോ. പിന്നെ നോക്കിയേ, ദ പേഷ്യന്റ് സീക്ക് മെഡിക്കൽ അഡ്വൈസ് ഫ്രം എ മെഡിക്കേഷൻ ഫോർ ദം ടു ടേക്ക് ഫോർ എ സർട്ടൻ പീരീഡ് ഓഫ് ടൈം അല്ലെ. അപ്പൊ അവിടെ എന്താണ്, നമ്മളൊരു മെഡിക്കൽ അഡ്വൈസ് എടുക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പൊ ഡോക്ടറെ കാണുന്നു, നമ്മൾ മരുന്നുകൾ മേടിക്കുന്നു. അതായത് ഒരു നിശ്ചിത സമയം വരെയുള്ള ഒരു സർട്ടൻ പീരീഡ് ഓഫ് ടൈം വരെയുള്ള മെഡിക്കേഷൻസ് നമ്മൾ അവിടെ നിന്ന് വാങ്ങും. ഓക്കെ, പിന്നെന്താണ്, patients are then asked to come back for a follow-up അല്ലെ. സാധാരണ പിന്നെ എന്താണ്, ഡോക്ടർ എന്ത് പറയും, മരുന്നുകളൊക്കെ തന്ന് മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്ത് നമ്മൾ മരുന്നൊക്കെ മേടിച്ച് വീട്ടിൽ പോകുന്നു. ചിലപ്പോൾ 2-3 ദിവസത്തിന് ശേഷം നമ്മളോടൊന്ന് ഫോളോ അപ്പിന് വേണ്ടി വരാനായിട്ട് ഡോക്ടർമാരെ ആവശ്യപ്പെടും അല്ലെ. അതാണ് അവിടെ പറയുന്നത്. patients are then asked to come back for a follow-up. ഇനി നോക്കിക്കേ, the patient's treatment within the boundaries of the hospital last only a day. അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. എന്താണ്, the patient's treatment within the boundaries of the hospital last only a day അല്ലെ. അപ്പൊ അവിടെ എന്ന് പറഞ്ഞാല് ഒരു ഹോസ്പിറ്റലിൽ രോഗികൾ ചെലവഴിക്കുന്നത് വെറും ഒരു ദിവസം എന്ന് പറഞ്ഞൊരു ഫുൾ ഡേ അല്ല എടുക്കുന്നത്, ഒരു ഡേ ടൈം ആണ് കേട്ടോ. പകൽ സമയത്ത് അല്ലെ, ആ ഒരു ഡേ ടൈം മാത്രമാണ് ആ ഒരു ഹോസ്പിറ്റലിനകത്ത് അവിടെ ചെലവഴിക്കേണ്ടതായിട്ട് വരുന്നത് അല്ലെ. പിന്നെന്താണ്, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് റൺസ് ഫോർ എ സ്പെസിഫിക് ടൈം ഡ്യൂറിംഗ് ദ ഡേ അല്ലെ. അതാണ് നമ്മൾ പറഞ്ഞത്. 24 അവറും പ്രവർത്തിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണോ? അല്ല. പകൽ സമയത്ത് ഒരു നിശ്ചിത സമയം വരെ മാത്രമേ ഏത് ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുന്നുള്ളൂ? ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കും അല്ലെ. സാധാരണ നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുക്കുമ്പോൾ അവർ പറയും പിന്നെ സമയത്ത് വന്നോളൂ, 10 മണിയാകുമ്പോൾ വരാൻ പറയും അല്ലെ. ചിലപ്പോൾ ഒരു ഉച്ചവരെയൊക്കെ ഡോക്ടർ നമ്മളെ കൺസൾട്ടേഷൻ ഇരിക്കുള്ളൂ, ചിലപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഡോക്ടർ പോകും. അത്ര സമയം വരെ മാത്രമേ ഇതുണ്ടാവുള്ളൂ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുന്നത് അല്ലെ. പിന്നെന്താണ്, കൺസൾട്ടേഷൻ ഡോക്ടേഴ്സ് ആർ യൂഷ്വലി അപ്പോയിന്റഡ് ടു ഹാൻഡിൽ ദ OPD. സാധാരണയായിട്ട് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യാനായിട്ട് കൺസൾട്ടേഷൻ ഡോക്ടർമാരാണ് അതുപോലെയാണ് ചുമതലപ്പെടുന്നത് കേട്ടോ. കൺസൾട്ടേഷൻ ഡോക്ടർമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിനായിട്ട് എന്ന് വെച്ചാൽ വേണ്ടി പറയുന്ന സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സ് ഒക്കെ ആയിരിക്കും. ഇപ്പൊ കാർഡിയോളജിസ്റ്റ്, പൾമനോളജിസ്റ്റ്, നെഫ്രോളജിസ്റ്റ് എന്നൊക്കെ പറയുന്ന പോലെ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഡോക്ടർമാരാണ് കൺസൾട്ടന്റ് ഡോക്ടേഴ്സ് എന്ന് പറയുന്നത്. അത് സീനിയർ ഡോക്ടേഴ്സ് ആയിരിക്കും. സാധാരണ ഒരു ഫിസിഷ്യൻ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആയിരിക്കും കേട്ടോ. അങ്ങനെയുള്ള കൺസൾട്ടന്റ് ഡോക്ടേഴ്സുകളാണ് സാധാരണയായിട്ട് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യുന്നത്. പിന്നെ അത് എത്രയേ ഉള്ളൂ മനസ്സിലാക്കാനായിട്ട്. അപ്പൊ എന്താണ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാല് അവിടെ രോഗികൾ വരുന്നത് ഓൺലി ഫോർ ദ കൺസൾട്ടേഷന് വേണ്ടി മാത്രമാണ് വരുന്നത്. ഇതിന് വേണ്ടിയിട്ടല്ല, അഡ്മിഷന് വേണ്ടിയിട്ടല്ല അല്ലെ. അതുപോലെ തന്നെ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റില് എന്താണ്, ഒരു പകൽ സമയത്ത് ഒരു നിശ്ചിത സമയം വരെ മാത്രമേ അത് പ്രവർത്തിക്കുന്നുള്ളൂ. കൺസൾട്ടേഷൻ ഡോക്ടർമാരാണ് സാധാരണയായിട്ട് OPD ഹാൻഡിൽ ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ അവിടുന്ന് പഠിക്കാനുള്ളത്. ചിലപ്പോൾ വേണമെങ്കിൽ നിങ്ങളോട് ഇങ്ങനെ ചോദിക്കാം, ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എ ഹോസ്പിറ്റൽ ഇൻ വിച്ച് ദ പേഷ്യന്റ് ട്രീറ്റ്മെന്റ് വിത്തിൻ ദ ബൗണ്ടറീസ് ഓഫ് ദ ഹോസ്പിറ്റൽ ലാസ്റ്റ് ഓൺലി എ ഡേ. ഏത് ഡിപ്പാർട്ട്മെന്റ് ആണത്? ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ. അങ്ങനെ ചോദിക്കാം കേട്ടോ. ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എ ഹോസ്പിറ്റൽ ഇൻ വിച്ച് ദ പേഷ്യൻസ് ട്രീറ്റ്മെന്റ് വിത്തിൻ ദ ബൗണ്ടറീസ് ഓഫ് ദ ഹോസ്പിറ്റൽ ലാസ്റ്റ് ഓൺലി എ ഡേ അല്ലെ. അതായത് അവിടെ എന്താണ്, രോഗിയുടെ ചികിത്സ എന്ന് പറയുന്നത് ഒരു കുറച്ച് സമയം മാത്രമാണ് അവിടെ ഹോസ്പിറ്റലിൽ അവർക്ക് ചെലവഴിക്കേണ്ടതായിട്ട് വരുന്നത് അല്ലെ, ചികിത്സ.
അങ്ങനെയുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് OPD എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. കൂടുതൽ ഇനി പറഞ്ഞ് ഓർമ്മിപ്പിക്കുന്നത്. ഓക്കെ ആണല്ലോ, മനസ്സിലായല്ലോ. നെക്സ്റ്റ് വരുന്നത് കേട്ടോ, അടുത്തതാണ് കാഷ്വാലിറ്റി ഓർ എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. ഓരോ ഡിപ്പാർട്ട്മെന്റും കൃത്യമായിട്ട് മനസ്സിലാക്കണം കേട്ടോ. കാര്യം നമ്മൾ പഠിച്ചു വരുമ്പോൾ 24 ഡിപ്പാർട്ട്മെന്റുകൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റ് കഴിയുമ്പോൾ അതിന്റെ പ്രത്യേകതകളും അതിൽ വരുന്നത് എന്തൊക്കെയാണെന്നുള്ളതും നിങ്ങൾ നോട്ട് ചെയ്ത് മനസ്സിൽ പോയിന്റ് ആയിട്ട് എവിടെയെന്ന് വെച്ചാൽ നിങ്ങൾ അങ്ങനെ പഠിക്കണം കേട്ടോ. ഇപ്പൊ ആദ്യം 1-2 ആകുമ്പോൾ ബുദ്ധിമുട്ട് വരില്ല. പക്ഷെ 24 കഴിഞ്ഞ് കഴിയുമ്പോൾ പഠിച്ചു കഴിയുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ഒന്നും തോന്നരുത്. അപ്പൊ അതേ രീതിയിൽ തന്നെ ഒരു ഡിപ്പാർട്ട്മെന്റ് ക്ലിയർ ചെയ്ത് പഠിച്ചു പോവാട്ടോ. അടുത്ത നോക്കാം, കാഷ്വാലിറ്റി ഓർ എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ കാഷ്വാലിറ്റി എന്ന് പറയുന്ന മറ്റൊരു പേരാണിത് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് അല്ലെ, അത്യാഹിത വിഭാഗം എന്നാണ് പറയാ. എന്താണെന്ന് നമുക്കറിയാം അല്ലെ. സാധാരണ എമർജൻസി സിറ്റുവേഷനിൽ വരുന്ന പേഷ്യൻസിന് അല്ലെങ്കിൽ നമുക്ക് തന്നെ എന്തെങ്കിലും ഒരു എമർജൻസി എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ നമ്മൾ ആദ്യം പോകുന്നത് OPD-യിലോട്ടായിരിക്കും. അല്ല, നമ്മൾ ഹോസ്പിറ്റലിൽ എവിടേക്കായിരിക്കും നമ്മൾ പോകുന്നുണ്ടാവുക? കാഷ്വാലിറ്റിയിലേക്കായിരിക്കും നമ്മൾ പോകുന്നുണ്ടാവുക. ഓക്കെ, അതാണ് നമ്മൾ പറയുന്നത്. The department also knows the accident and emergency department. Underline ചെയ്ത് വെക്കുക കേട്ടോ. The casualty is also known as എന്താണ് അറിയപ്പെടുന്നത്? Accident and emergency department എന്ന് അറിയപ്പെടുന്നു. Okay, it handles the problem of patients who have brought by an ambulance in an emergency situation. അതായത് അത്രയും എമർജൻസി ആയിട്ട് കൊണ്ടുവരുന്ന പേഷ്യൻസിന്, അതുകൊണ്ടാണ് ആംബുലൻസിൽ കൊണ്ടുവരുന്ന പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ അത്രയും എമർജൻസി ആയിട്ടുള്ള ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസ് ആയിരിക്കും അല്ലെ. അങ്ങനെയുള്ള പേഷ്യൻസിനെ പരിചരിക്കുന്ന അവരെ കൊണ്ടുവരുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് കാഷ്വാലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെന്താണ്? ദിസ് ഡിപ്പാർട്ട്മെന്റ് വർക്ക്സ് അറൌണ്ട് ദ ക്ലോക്ക് and is equipped to deal with all kinds of emergencies. അപ്പൊ എന്താണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്? വർക്ക്സ് അറൌണ്ട് ദ ക്ലോക്ക് എന്ന് പറഞ്ഞാൽ 24 അവർ പ്രവർത്തിക്കുന്ന ഒരു ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ് ആണ് ഇതെന്ന് പറയുന്നത് കാഷ്വാലിറ്റി അല്ലെ. നമ്മൾ OPD പറഞ്ഞപ്പോ അത് എങ്ങനെയാണ്, കുറച്ച് സമയം മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ. പക്ഷെ കാഷ്വാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. അത് മാത്രമല്ല, ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് ഈസ് എക്വിപ്ഡ് ടു ഡീൽ വിത്ത് ഓൾ കൈൻഡ്സ് ഓഫ് എമർജൻസീസ് അല്ലെ. എല്ലാ വിധത്തിലുള്ള എമർജൻസികളെ എന്താണ് ഹാൻഡിൽ ചെയ്യാൻ പാകത്തിൽ സജ്ജമായിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ് ആണല്ലോ. ഓക്കെ, ഇനി എന്താ പറയുന്നത്? The patients are assessed according to the degree of injury or emergency and then given immediate treatment before being sent to a specialized department for further treatment. അല്ലെ, സാധാരണയായിട്ട് നമ്മൾ അവിടെ എങ്ങനെയാണ് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് കാഷ്വാലിറ്റിക്കകത്ത്? അതായത് അവരുടെ ആ ഒരു രോഗാവസ്ഥ അല്ലെങ്കിൽ അവരുടെ ഇഞ്ചുറിയുടെ ആ ഒരു എന്താ പറയാ വ്യാപ്തിക്ക് അനുസരിച്ചുകൊണ്ട് അല്ലെ, അതിന്റെ ആ ഒരു ഡിഗ്രിക്ക് അനുസരിച്ചുകൊണ്ടാണ് നമ്മൾ അവിടെ പേഷ്യൻസിനെ അസസ് ചെയ്തിട്ട് പിന്നീട് എന്ത് ചെയ്യും, അവർക്ക് ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു പരിചരണം നമ്മൾ അവിടെ കൊടുക്കും അല്ലെ, കാഷ്വാലിറ്റിയിൽ കൊടുക്കും. അതിനുശേഷമാണ് നമ്മൾ അവരെ എങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്? സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റിലോട്ട് അവരെ മാറ്റുന്നത്. ഒരു ചെസ്റ്റ് പെയിൻ ആയിട്ടൊരു രോഗി വരികയാണ്. ഓക്കെ, ചിലപ്പോൾ ഒരു കാർഡിയാക് അറസ്റ്റ് അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് മൂലമുള്ള ഒരു ചെസ്റ്റ് പെയിൻ കൊണ്ടായിരിക്കും ആ രോഗിനെ കൊണ്ടുവരുന്നത്, കാഷ്വാലിറ്റിയിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ ആദ്യം കാഷ്വാലിറ്റിയിൽ കൊണ്ടുവന്ന ഉടനെ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിലേക്ക് പറഞ്ഞേക്കാണോ ചെയ്യുക? അല്ല, ആദ്യം എന്ത് ചെയ്യും? അവരൊന്ന് ജസ്റ്റ് ഒരു പ്രൈമറി പരിചരണങ്ങളൊക്കെ കൊടുത്ത് അവരുടെ കണ്ടീഷനൊക്കെ ഒന്ന് സ്റ്റേബിൾ ആക്കും അല്ലെ. ഈ സ്റ്റേബിൾ ആയതിനു ശേഷമാണ് പിന്നെ അവർ ഏത് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും? കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യും അല്ലെ. അതാണ് അവിടെ പറയുന്നത്. പേഷ്യൻസിനെ അവിടെ അസസ് ചെയ്യുന്നത് അവർ എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? അക്കോർഡിംഗ് ടു ദ ഡിഗ്രി ഓഫ് ഇഞ്ചുറി ഓർ എമർജൻസി, അവരുടെ ഒരു എമർജൻസിയുടെ അല്ലെങ്കിൽ ഒരു ഇഞ്ചുറിയുടെ വ്യാപ്തിക്ക് അനുസരിച്ചുകൊണ്ടാണ് അവിടെ പേഷ്യൻസിനെ അസസ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ പേഷ്യൻസിന് ഉടനടി പരിചരണങ്ങൾ കൊടുക്കും അല്ലെ. ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് കൊടുത്ത് ആ ഒരു പേഷ്യന്റിന്റെ കണ്ടീഷൻ ഏകദേശം സ്റ്റേബിൾ ആയതിനു ശേഷമാണ് അവരെങ്ങോട്ടേക്ക് മാറ്റുന്നത്? സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ, അതാണ് നമ്മൾ പറയുന്നത് കേട്ടോ. Then given immediate treatment before being sent to a specialized department for the further treatment. ക്ലിയർ ആണല്ലോ? ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലെ. അപ്പൊ ഓർത്ത് വെക്കുക, കാഷ്വാലിറ്റി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിന് പറയുന്ന മറ്റൊരു പേര് എന്താണ്? അത് ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ കാഷ്വാലിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് വർക്ക്സ് അറൌണ്ട് ദ ക്ലോക്ക് ആണ്. 24 അവർ പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റലിന്റെ ഡിപ്പാർട്ട്മെന്റ് ആണ് കാഷ്വാലിറ്റി എന്ന് പറയുന്നത്. അവിടെ എന്താണ്? രോഗികൾക്ക് ഉടനടിയുള്ള പരിചരണങ്ങൾ അല്ലെ, പ്രൈമറി കെയർ കൊടുത്ത് കണ്ടീഷൻ സ്റ്റേബിൾ ആയതിനു ശേഷം രോഗികളെ എങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു? സ്പെഷ്യലൈസ്ഡ് ഡിപ്പാർട്ട്മെന്റിലോട്ട് മാറ്റും. ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ ആണല്ലോ.
രണ്ട് ഡിപ്പാർട്ട്മെന്റുകളാണ് നമ്മളിപ്പോ പഠിച്ചത്. ഇത് രണ്ടും ഓക്കെ ആണല്ലോ നിങ്ങൾക്ക്? അടുത്തത് കേട്ടോ, നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റിലോട്ട് നമ്മൾ പോവാണ്. അടുത്തത് ഏതാണ്? കാർഡിയോളജി അല്ലെ? കാർഡിയോളജി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ? എന്താണ്? ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ഏതെന്ന് പറയുന്നത്? കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, നമുക്ക് വായിക്കാം കേട്ടോ. The department as the name indicates, same അല്ല കേട്ടോ, നെയിം എന്നാണ് പേര്, നെയിം തിരുത്തണേ. The department as the name indicates, name indicates, deals with the problems of the human heart of circulation അല്ലെ? ശരിക്കും പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഹൃദയവും അതുപോലെ തന്നെ നമ്മുടെ സർക്കുലേഷൻ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളെയൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു വിഭാഗമാണ് കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് അല്ലെ? പ്രത്യേകിച്ച് നമുക്കറിയാം നമ്മുടെ ബ്ലഡ് സർക്കുലേറ്ററി സിസ്റ്റം അല്ലെ, നമ്മുടെ രക്തപര്യന വ്യവസ്ഥ അല്ലെ, അത് നമുക്കറിയാം. നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ആര്? ഹാർട്ട് എന്ന് പറയുന്നത് അല്ലെ? നമ്മുടെ പബ്ലിക് ഓർഗൻ ആണ് ആര്? ഹാർട്ട്. ഈ പറയുന്ന ഹാർട്ടും സർക്കുലേഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളെയൊക്കെ കൈകാര്യം ചെയ്യുന്ന വിഭാഗമാണ് കാർഡിയോളജി എന്ന് പറയുന്നത്. എന്താണ് അമിന? ഒരുപാട് പോർഷൻ ഇല്ലില്ല, ഒരുപാട് പോർഷൻ ആയിട്ടില്ല കേട്ടോ. അങ്ങനെ ഇപ്പോഴാണോ ക്ലാസ്സിൽ കയറിയിട്ട്? അധികമായിട്ടില്ല കേട്ടോ, നമ്മൾ ജസ്റ്റ് ഒന്ന് തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് കേട്ടോ. മൂന്നാമത്തെ ഡിപ്പാർട്ട്മെന്റ് ആണ് ഇപ്പൊ നമ്മള് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോ ഇനി എന്താണ് കാർഡിയോളജി? ഇപ്പൊ നമ്മൾ പറയുന്ന കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. എന്താണ് കാർഡിയോളജി എന്ന് ചോദിച്ചാൽ അതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ ആണ് അടുത്ത സെന്റൻസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. നോക്കിക്കേ, കാർഡിയോളജി is the medical specialty that deals with the diagnosis and the treatment of diseases and disorders of the heart. Underline ചെയ്ത് വെക്കുക കേട്ടോ. ഇങ്ങനെ ചോദിക്കാൻ നിങ്ങളോട്, ഡാഷ് is the medical specialty that deals with the diagnosis and treatment of diseases and disorders of the heart. ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് അല്ലെ? ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളും അതുപോലെ തന്നെ എന്താ പറയുക ഡിസോർഡേഴ്സ് ഒക്കെ ചികിത്സിക്കുന്ന ഒരു വിഭാഗമാണ് കാർഡിയോളജി എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെന്താണ്? ഇറ്റ് ട്രീറ്റ്സ് പീപ്പിൾ both on an inpatient and outpatient basis അല്ലെ? ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ രോഗികളെ ഇൻപേഷ്യന്റ് അടിസ്ഥാനത്തിലും ഔട്ട്പേഷ്യന്റ് അടിസ്ഥാനത്തിലും ചികിത്സ കൊടുക്കും. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? അതായത് ഒരു രോഗി വന്നു, അപ്പൊ ആ ഒരു രോഗിയുടെ കണ്ടീഷൻ വളരെ മോശമാണ്, കാർഡിയക് സംബന്ധമായിട്ടുള്ള ഒരു പ്രശ്നമായിട്ടാണ് ഒരു രോഗി വരുന്നത് ഹോസ്പിറ്റലിൽ. അത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണെങ്കിൽ നമ്മൾ ഉടനടി തന്നെ എന്ത് ചെയ്യും? അവർ അഡ്മിറ്റ് ചെയ്യും. അഡ്മിറ്റ് ചെയ്തിട്ടാണ് പിന്നെ നമ്മൾ അടുത്ത പ്രൊസീജിയറുകളും മറ്റും കൊടുക്കുന്നത്. അതേസമയം കുഴപ്പമില്ല, വലിയ സീരിയസ് അല്ലാത്തൊരു പേഷ്യൻസ് ആണെങ്കിൽ നമുക്കൊരു ഔട്ട് പേഷ്യന്റ് ബേസിസിൽ തന്നെ അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുത്ത് അല്ലെങ്കിൽ മരുന്നുകൾ കൊടുത്ത് അവരോട് പിന്നീട് ഒരു ഫോളോ അപ്പിന് വേണ്ടിയിട്ട് വരാനായിട്ട് ആവശ്യപ്പെടാം. അപ്പൊ രണ്ട് രീതിയിലും അവർ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട് അല്ലെ? ഇൻപേഷ്യന്റ് അടിസ്ഥാനത്തിലും ഔട്ട് പേഷ്യന്റ് അടിസ്ഥാനത്തിലും സേവനങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് കാർഡിയോളജി. പറഞ്ഞ് മനസ്സിലായല്ലോ? ഇപ്പൊ വരുന്ന രോഗികൾക്ക് വളരെ കാർഡിയക് സംബന്ധമായിട്ട് വരുന്ന പേഷ്യൻസ് വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് കൊണ്ടുവരുന്നെങ്കിൽ നമ്മളത് അഡ്മിറ്റ് ചെയ്യും. അവർ ഇൻപേഷ്യന്റ് ആയി മാറി അഡ്മിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കുക. അതാണ് ഇൻപേഷ്യന്റ് അടിസ്ഥാനത്തിൽ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് പറഞ്ഞു. ഇനി അതല്ല, നോർമൽ കേസാണ്, വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത കേസുകളാണെങ്കിൽ നമുക്ക് അവർക്ക് ട്രീറ്റ്മെന്റ് മരുന്നുകളൊക്കെ കൊടുത്ത് പിന്നീട് ഏതെങ്കിലും ഒരു ദിവസം ഫോളോ അപ്പിനായിട്ട് വരാൻ പറയും. അത് ഔട്ട് പേഷ്യന്റ് അടിസ്ഥാനത്തിൽ കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് ആണ്. അപ്പൊ രണ്ട് രീതിയിലും ഏത് ഡിപ്പാർട്ട്മെന്റ് കൊടുക്കുന്നുണ്ട്? കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് അവരുടെ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതാണ് അവിടെ പറയുന്നത് കേട്ടോ. ഇറ്റ് ട്രീറ്റ്സ് പീപ്പിൾ ബോത്ത് ഓൺ ആൻ ഇൻപേഷ്യന്റ് ആൻഡ് ഔട്ട് പേഷ്യന്റ് ബേസിസ്. ഇനി നോക്കാം, അടുത്ത ഭാഗം നോക്കാം. The biggest area of heart disease treated as coronary artery disease. Underline ചെയ്യാം ട്ടോ. The biggest area of heart disease treated is coronary artery disease അഥവാ CAD എന്നാണ് നമ്മൾ പറയാ. നിങ്ങൾ എവിടെയെങ്കിലും ചിലപ്പോൾ കേട്ടവരുണ്ടായിരിക്കാം. CAD, CAD, CAD എന്നാണ് പറയാ. എന്താണ് CAD എന്ന് പറഞ്ഞാല്? കൊറോണറി ആർട്ടറി ഡിസീസ് എന്നാണ് കേട്ടോ. എന്താണ് പറയാ? കൊറോണറി ആർട്ടറി ഡിസീസ് കേട്ടോ. അപ്പൊ നമ്മുടെ ഹാർട്ടിന്റെ പ്രോബ്ലം എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ചികിത്സിക്കുന്ന ഒരു വിഭാഗമാണ് CAD എന്ന് പറയുന്ന അസുഖം കേട്ടോ. കൊറോണറി ആർട്ടറി ഡിസീസ്. CAD അവര് സാധാരണ ഇങ്ങനെ നീട്ടി കറക്റ്റൊന്നും ടേംസ് എഴുതിയില്ല. CAD എന്ന് കണ്ടാൽ അത് നിങ്ങൾ മനസ്സിലാക്കുന്നത് കൊറോണറി ആർട്ടറി ഡിസീസ് ആണ് കേട്ടോ. എന്താണ് കൊറോണറി ആർട്ടറി ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അറിയാമോ? നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ കൊറോണറി ആർട്ടറി ഡിസീസ്? കേട്ടിട്ടില്ല? ആരും കേട്ടിട്ടില്ല?
അതായത് എന്താണ് കൊറോണറി ആർട്ടറി എന്ന് പറഞ്ഞാൽ അറിയാമോ? അതെന്താണെന്ന് നമ്മളോട് ചോദിക്കില്ല, ജസ്റ്റ് മനസ്സിലാക്കി വെക്കാൻ വേണ്ടി പറയാണ്. നമ്മുടെ ഹാർട്ടിലോട്ട്, നമ്മുടെ ഹൃദയത്തിലോട്ട് ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് കൊണ്ടുപോകുന്ന ആർട്ടറികൾ ഉണ്ട് കേട്ടോ. ധമനി എന്നൊക്കെ പറയില്ലേ, ആർട്ടറി എന്ന് പറഞ്ഞാൽ ധമനിയിലാണ് അർത്ഥം. അപ്പൊ നമ്മൾ ഹാർട്ടിലോട്ട് ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് കൊണ്ടുപോകുന്ന ആർട്ടറിയെയാണ് നമ്മൾ കൊറോണറി ആർട്ടറി എന്ന് പറയുന്നത്. ഓക്കെ, ഹാർട്ടിലോട്ട് ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് എത്തിക്കുന്ന ആർട്ടറിനെയാണ്, ധമനികളെയാണ് നമ്മൾ കൊറോണറി ആർട്ടറി എന്ന് പറയുന്നത്. അതിപ്പോ നമുക്ക് രണ്ടെണ്ണം ഉണ്ട്, റൈറ്റ് കൊറോണറി ആർട്ടറി ഉണ്ട്, ലെഫ്റ്റ് കൊറോണറി ആർട്ടറി ഉണ്ട്. അപ്പൊ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ കൊറോണറി ആർട്ടറി ഡിസീസ് എന്ന് പറയുന്നത് നമുക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടല്ലോ, ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുന്ന സെയിം കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് ഏതും ഉണ്ടാവുന്നത്, കൊറോണറി ആർട്ടറി ഡിസീസും ഉണ്ടാവുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഈ പറയുന്ന ഹാർട്ടിലോട്ട് പോകുന്ന ആർട്ടറി ഉണ്ടല്ലോ, അതായത് കൊറോണറി ആർട്ടറി, അതിലൂടെ ഈ ബ്ലഡ് ഇങ്ങനെ പോകുന്ന സമയത്ത്, ബ്ലഡ് ഫ്ലോ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് എന്തുണ്ടായിരിക്കും, കൊഴുപ്പുണ്ടായിരിക്കും, ഫാറ്റ് ഉണ്ടായിരിക്കും. കാരണം നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലോട്ടൊക്കെ ചെല്ലുന്ന എക്സസ് ആയിട്ടുള്ള ഫാറ്റുകളൊക്കെ ധാരാളമായിട്ടുണ്ടാവും. അപ്പൊ ഈ പറയുന്ന ഫാറ്റ് ഈ ബ്ലഡിലൂടെ ഇങ്ങനെ ഒഴുകുന്നുണ്ടാവും. അപ്പൊ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു കൊളസ്ട്രോൾ എന്ന് പറയുമ്പോൾ രണ്ട് ടൈപ്പ് കൊളസ്ട്രോൾ ഉണ്ട്, ഗുഡ് കൊളസ്ട്രോൾ ഉണ്ട്, ബാഡ് കൊളസ്ട്രോൾ ഉണ്ട്. അത് ഞാൻ ഉദ്ദേശിച്ചത് ബാഡ് കൊളസ്ട്രോൾ ആണ്, LDL എന്ന് പറയും, ബാഡ് കൊളസ്ട്രോൾ ആണ്. അപ്പൊ ഈ ബ്ലഡ് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, പോകുന്ന സമയത്ത് അതിലൂടെ കൊഴുപ്പുകളും പോകുന്നുണ്ടാവും. അപ്പൊ ഈ കൊഴുപ്പ് എന്തുണ്ടാവും എന്ന് വെച്ചാൽ ഈ ആർട്ടറിയുടെ ഭിത്തികളിൽ ഇങ്ങനെ എന്ത് ചെയ്യാൻ തുടങ്ങും, സ്റ്റിക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. ഓക്കെ, ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കാനായിട്ട് തുടങ്ങും. അങ്ങനെ അതിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് അവസാനം എന്ത് സംഭവിക്കും, അവിടെ ഒരു ഫ്ലേക്ക് പോലെ, എന്ന് വെച്ചാൽ ഒരു പെല്ലറ്റ് പോലെ ആവി തുടങ്ങും. എന്നുവെച്ചാൽ ഭിത്തിമ മുഴുവൻ ഇങ്ങനെ കൊഴുപ്പടിഞ്ഞു കൂടി കൊഴുപ്പ് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് അവസാനം എന്താവും, ഒരു പെല്ലറ്റ് പോലെ, ഒരു ഫ്ലേക്ക് പോലെ ആവും. അവസാനം അത് റപ്ചർ ചെയ്യാനായിട്ട് തുടങ്ങും, പൊട്ടാനായിട്ട് തുടങ്ങും. ഓക്കെ, അപ്പൊ ആ ഒരു അവസ്ഥയിലാണ് നമ്മൾ ഈ പറയുന്ന കൊറോണറി ആർട്ടറി ഡിസീസിന്റെ ഈ പറയുന്ന സൈൻസ് ആൻഡ് സിംപ്റ്റംസുകളൊക്കെ വരാനായിട്ട് തുടങ്ങുന്നത്. അപ്പൊ എന്ത് സംഭവിക്കും, നമ്മുടെ ഹാർട്ടിലോട്ട് ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് എത്തിക്കുന്ന ആർട്ടറി ഇങ്ങനെ ചുരുങ്ങും. കാര്യം എന്താണ്, അതിന് ചുറ്റും ഈ പറയുന്ന ഫാറ്റ് ഇങ്ങനെ അടിഞ്ഞുകൂടി അതിന്റെ ആ ഒരു ചുരുക്കം വരും, നാരോ ആവാൻ തുടങ്ങും. അപ്പൊ എന്ത് സംഭവിക്കും, വേണ്ടത്ര നല്ല രീതിയിൽ ഈ പറയുന്ന ബ്ലഡ് ഒഴുകാനായിട്ട് സാധിക്കാൻ പറ്റും. ഓക്കെ, ആ ഒരു അവസ്ഥയാണ്, അങ്ങനെ വരുന്ന ഒരു അവസ്ഥയാണ് കേട്ടോ ബ്ലഡ് ഫ്ലോ ചെയ്യാൻ അതല്ല, ബ്ലഡ് ഫ്ലോ ചെയ്യാനായിട്ട് പറ്റില്ല. പറഞ്ഞു മനസ്സിലായല്ലോ? അപ്പൊ നമ്മുടെ കൊറോണറി ആർട്ടറി ഡിസീസ് എന്ന് പറഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്ന സെയിം കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് CAD എന്ന് പറയുന്ന അസുഖം ഉണ്ടാകുന്നത്. അപ്പൊ നമ്മുടെ ഹാർട്ടിലോട്ട് ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് എത്തിക്കുന്ന ആർട്ടറിനെയാണ് നമ്മൾ കൊറോണറി ആർട്ടറി എന്ന് പറയുന്നത്. അപ്പൊ അതിലൂടെ ബ്ലഡ് പോകുന്ന സമയത്ത് ഈ ബ്ലഡിൽ അടങ്ങിയിരിക്കുന്ന ഫാറ്റുകൾ അവിടെ സ്റ്റിക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. ആ സ്റ്റിക്ക് ചെയ്യുന്നതിനാണ് നമ്മൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ, അതിറോസ്ക്ലിറോസിസ് എന്നൊക്കെ പറയും. സ്റ്റിക്ക് ചെയ്യുന്ന പ്രോസസ് അതിനെയാണ് നമ്മൾ അതിറോസ്ക്ലിറോസിസ് എന്നാണ് പറയാ. അതൊന്നും പഠിക്കേണ്ട, മനസ്സിലാക്കി വെച്ചാൽ മതി. അങ്ങനെ ഇത് സ്റ്റിക്ക് ചെയ്ത് അവസാനം എന്ത് സംഭവിക്കും, അവിടെ ഒരു ഫ്ലേക്ക് പോലെയോ ഒരു പെല്ലറ്റ് പോലെ ഫോം ചെയ്യും. അവസാനം അത് റപ്ചർ ചെയ്യാനായിട്ട് തുടങ്ങും, പൊട്ടാനായിട്ട് തുടങ്ങും. ആ ഒരു അവസ്ഥയാണ് നമ്മൾ കൊറോണറി ആർട്ടറി ഡിസീസ് എന്ന് പറയുന്നത്. ആ ഒരു സിറ്റുവേഷൻ എത്തുമ്പോഴുണ്ടാവും നമുക്ക് ഈ പറയുന്ന ഒരുപാട് ലക്ഷണങ്ങളും നെഞ്ചുവേദന അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരാനായിട്ട് തുടങ്ങും. ഓക്കെ, അപ്പൊ ആ ഒരു അസുഖമാണ് കേട്ടോ കൊറോണറി ആർട്ടറി ഡിസീസ് അഥവാ CAD എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ പറയുന്നത്, എക്സാമ്പിൾ എന്താണ്, ആൻജിന. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ആൻജിന കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല, ചെസ്റ്റ് പെയിൻ ആണ് കേട്ടോ. ആൻജിന പെക്ടോറിസ് എന്നാണ് പറയാ. ആൻജിന എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്, ചെസ്റ്റ് പെയിൻ ആണ് കേട്ടോ. ചെസ്റ്റ് പെയിനെയാണ് നമ്മൾ ആൻജിന എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഈ ഫ്ലോ കുറയുമ്പോൾ എന്ത് സംഭവിക്കും, ഹാർട്ടിലേക്ക് വേണ്ടത്ര ഓക്സിജനേറ്റഡ് ബ്ലഡ് എത്താൻ പറ്റാത്തൊരു സ്ഥിതിയാവും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ എന്താ പറയുന്നത്, ഒരു അതിശക്തമായിട്ടുള്ള നെഞ്ചുവേദന നമുക്ക് അനുഭവപ്പെടാനായിട്ട് തുടങ്ങും. അതുകൊണ്ടാണ് നെഞ്ചുവേദന വരുമ്പോൾ ഉടനടി നമ്മൾ ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറയുന്നല്ലോ. അതായത് ഈ പറയുന്ന ഹാർട്ട് അറ്റാക്ക് വരുന്നതിന് മുമ്പുള്ള ഒരു ലക്ഷണമാണത്. നമുക്ക് അതിശക്തമായിട്ടുള്ള ഒരു നെഞ്ചുവേദന അനുഭവപ്പെടും. അതിനെയാണ് നമ്മൾ ആൻജിന എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ കൊറോണറി ആർട്ടറി ഡിസീസ് CADന്റെ ഒരു എക്സാമ്പിൾ ആണ് എന്ത്, ആൻജിന പെക്ടോറിസ് എന്നാണ് പറയാൻ. നിങ്ങൾ ആൻജിന എന്ന് പഠിച്ചാൽ മതി കേട്ടോ. ദാറ്റ് മീൻസ് ചെസ്റ്റ് പെയിൻ ആണ്, ഈ ഫ്ലോ കുറയുന്നത് മൂലം ഉണ്ടാവുന്ന അവസ്ഥയാണ് ആൻജിന, ചെസ്റ്റ് പെയിൻ കേട്ടോ. ഓക്കെ, അടുത്ത നോക്കി, കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ്. ആൻജിന കഴിഞ്ഞിട്ട് പറയുന്ന കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ്. അതൊരു പ്രൊസീജിയർ ആണ്, നിങ്ങൾ കേട്ടിട്ടില്ലേ, ബൈപ്പാസ് സർജറി എന്ന് കേട്ടിട്ടില്ലേ? അത്യാവശ്യം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മേജർ ആയിട്ടുള്ള ഒരു സർജറിയാണ് എന്ത്, ബൈപ്പാസ് സർജറി അല്ലെ. അതിന് നമ്മൾ കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ് അഥവാ CABG, ക്യാബ്ജ് എന്നാണ് പറയുന്നത്. ക്യാബ്ജ് എന്ന് പറയുന്ന ക്യാബ്ജ് എന്ന് പറഞ്ഞാൽ കേട്ടോ. CABG, ഓക്കെ, CABG എന്നാണ് പറയാ. അതിന്റെ എക്സ്പാൻഷൻ ആണത് കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ്.
എന്താണ് ബൈപ്പാസ് സർജറി എന്ന് പറഞ്ഞാല്? എന്താണ് ബൈപ്പാസ് സർജറി? ഇതുപോലെ തന്നെ ഈ ബ്ലോക്ക് വരെയാണ് അല്ലെ, പറയുന്ന ആ ഒരു ഫാറ്റ് അടിഞ്ഞു കൂടിയിട്ട് ആ ഒരു ബ്ലഡ് വെസൽ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ബ്ലഡ് എവിടേക്ക് എത്തില്ല, ഹാർട്ടിലേക്ക് എത്തില്ല. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഒരു ഏറ്റവും നേച്ചർ ആയിട്ടുള്ള ഒരു സർജറിയാണ് ബൈപ്പാസ് കേട്ടോ, ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ്. ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മള് എന്താ പറയാ, നമ്മുടെ വീട്ടിലേക്ക് പോണ വഴിയിൽ ഒരു മരം വീഴാന്ന് വിചാരിക്കുക. വീട്ടിലോട്ട് പോണ വഴിയിൽ ഒരു മരം വീഴാന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ മരം വീഴാന്ന് നമുക്ക് വീട്ടിലോട്ട് എത്താൻ പറ്റും. അപ്പൊ പകരം നമ്മൾ എന്ത് ചെയ്യും? മറ്റേതെങ്കിലും വഴിയിലൂടെ ഒക്കെ വളഞ്ഞ് നമ്മൾ നമ്മുടെ വീട്ടിലോട്ട് എത്തും. അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. അതായത് ഹാർട്ടിലേക്ക് എത്തുന്ന ആ ഒരു ബ്ലഡ് വെസൽ ബ്ലോക്ക് ആവുകയാണ്. അവിടെ ഫാറ്റ് കടിഞ്ഞുകൂടി ആ ഒരു ആർട്ടറി ബ്ലോക്ക് ആവാണ്. അപ്പൊ ബ്ലോക്ക് ആവുമ്പോൾ എന്ത് സംഭവിക്കും? അതിലൂടെ ബ്ലഡിന് ഒഴുകാനായിട്ട് പറ്റില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ എന്തെച്ചാല് നമ്മുടെ ശരീരത്തിന്റെ മറ്റേതെങ്കിലും ഭാഗത്ത് നിന്നുള്ള ഒരു ആർട്ടറി, ഒരു ആർട്ടറി എടുത്തിട്ട് നമ്മൾ ഈ ഒരു ബ്ലോക്ക് വന്നിട്ടുള്ള ആർട്ടറിയോട് അറ്റാച്ച് ചെയ്തിട്ട് ആ ബ്ലഡിനെ നമ്മൾ എന്ത് ചെയ്യും? ബൈപ്പാസ് ചെയ്ത്, അതായത് റീറൂട്ട് ചെയ്തിട്ട് ആ പുതിയ വഴിയിലൂടെ നമ്മൾ എത്തിക്കും, നമ്മുടെ ഹാർട്ടിലോട്ട് എത്തിക്കും. ആ ഒരു സർജറിയാണ് ബൈപ്പാസ് സർജറി എന്ന് പറയുന്നത്. ക്ലിയർ ആയി പറഞ്ഞത്. അപ്പൊ ഓടിപ്പോയിട്ട് ആരും ബൈപ്പാസ് സർജറി ചെയ്യില്ല. ആദ്യം ഡോക്ടർമാർ എന്താ ചെയ്യാ? ആ ഒരു ബ്ലോക്ക് മാറ്റാനുള്ള വഴികളൊക്കെ നോക്കും. അതായത് ആൻജിയോപ്ലാസ്റ്റി ഒക്കെ ചെയ്യും അല്ലെ, ആ രീതിയിൽ നോക്കും. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ വീട്ടിലോട്ട് പോണ വഴിയിൽ മരം വീണ് കഴിഞ്ഞാല് ഒന്നിരിക്കെ നമുക്ക് എന്ത് ചെയ്യാം? ആ മരം മുറിച്ച് മാറ്റാം, അല്ല ആ ബ്ലോക്ക് നമുക്ക് ഒഴിവാക്കാം. അപ്പൊ ആ രീതിയിലാണ് ആദ്യം ഡോക്ടേഴ്സ് നോക്കുള്ളൂ. അതായത് ഹാർട്ടിലേക്ക് പോകുന്ന ആ ഒരു ബ്ലഡ് വെസൽ ബ്ലോക്ക് ആയി ആ ബ്ലോക്ക് എടുത്ത് മാറ്റാനാണ് ആദ്യം നോക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ആൻജിയോപ്ലാസ്റ്റിക്കാണ് ആദ്യമായിട്ട് അത് സജസ്റ്റ് ചെയ്യുക. പക്ഷെ ചിലപ്പോൾ എന്ത് സംഭവിക്കും? ഒന്നിൽ കൂടുതൽ ബ്ലോക്കുകൾ വരും, അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ ബ്ലോക്ക് എടുത്ത് മാറ്റാൻ പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ നമ്മൾ അപ്പൊ അവിടെ ചെയ്യുന്നത് എന്താണ്? ബൈപ്പാസ് സർജറിയാണ് പിന്നെ ചെയ്യുക. കാരണം ആ വഴി കൂടി ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ ശരീരത്തിന്റെ വേറെ ഏതെങ്കിലും ഭാഗത്തുള്ള ആർട്ടറി എടുത്തിട്ട് ആ പുതിയ ആർട്ടറിനെയാണ് നമ്മൾ ഗ്രാഫ്റ്റ് എന്നാണ് പറയുക. നമ്മൾ പുതിയതായിട്ട് അറ്റാച്ച് ചെയ്യുന്ന ബ്ലഡ് വെസൽ ഉണ്ടല്ലോ, അതിനെ നമ്മൾ ഗ്രാഫ്റ്റ് എന്നാണ് പറയുക. അതുകൊണ്ടാണ് ആ പേരിൽ ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത് കേട്ടോ. പുതിയതായിട്ട് അറ്റാച്ച് ചെയ്യുന്ന ബ്ലഡ് വെസലിനെ ഗ്രാഫ്റ്റ് എന്നാണ് പറയുക. അപ്പൊ അത് നമ്മൾ ബ്ലോക്ക് ആയിട്ടുള്ള ആർട്ടറിയിൽ അറ്റാച്ച് ചെയ്ത് നമ്മളത് അറ്റാച്ച് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? ആ ബ്ലഡിനെ, ബ്ലോക്ക് ആയിട്ടുള്ള വഴിയിൽ വരുന്ന ബ്ലഡിനെ നമ്മൾ റീറൂട്ട് ചെയ്ത് ബൈപ്പാസ് ചെയ്ത് പുതിയ ആർട്ടറിയിലൂടെ അറ്റാച്ച് ചെയ്ത് പുതിയ ആർട്ടറിയിലൂടെ ഇങ്ങോട്ടേക്ക് എത്തിക്കും, നമ്മുടെ ഹാർട്ടിലോട്ട് എത്തിക്കും. ഈ ഒരു സർജറിയാണ് നമ്മൾ ബൈപ്പാസ് സർജറി എന്ന് പറയുന്നത്. അത്യാവശ്യം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സർജറിയാണ്, മേജർ സർജറിയാണ്. പക്ഷെ എങ്കിലും ഇന്നിപ്പോ എന്താ പറയാ, ഒരുപാട് കോമൺ ആയിട്ട് നടക്കുന്ന ഒരു സർജറി ആയിട്ട് പറയാം കേട്ടോ, ബൈപ്പാസ് സർജറി. അപ്പൊ അതൊക്കെ എവിടെയാണ് നടക്കുന്നത്? കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിനകത്താണ് നടക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കുക. ഏറ്റവും ബിഗ്ഗസ്റ്റ് ഏരിയ ഓഫ് ഹാർട്ട് ഡിസീസ് എന്ന് പറയുന്നത് CAD ആണ് കേട്ടോ, കൊറോണറി ആർട്ടറി ഡിസീസ് ആണ്. അതിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ആൻജിനയാണ്. ആൻജിന എന്ന് പറയുന്നത് ചെസ്റ്റ് പെയിൻ ആണ് കേട്ടോ. ബ്ലഡ് ഫ്ലോ കുറയുന്നത് മൂലം അനുഭവപ്പെടുന്ന ഒരു ശക്തമായിട്ടുള്ള നെഞ്ചുവേദനയാണ് നമ്മൾ ആൻജിന എന്ന് പറയുന്നത്. കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൊസീജിയർ ആണ് കേട്ടോ, ബൈപ്പാസ് സർജറിയാണ് പറയുന്നത്. ഇനി നോക്കിക്കേ, കാർഡിയോവാസ്കുലർ സർജറി ഡീൽസ് വിത്ത് ദ സർജിക്കൽ ട്രീറ്റ്മെന്റ് ഓഫ് ഹാർട്ട് ആൻഡ് ബ്ലഡ് വെസൽസ് കേട്ടോ. എന്താണ് കാർഡിയോവാസ്കുലർ സർജറി? വാസ്കുലാർ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ എന്തുമായിട്ട് കണക്ട് ചെയ്യുക? വെസൽസ് ആയിട്ട് കണക്ട് ചെയ്യണം കേട്ടോ. വാസ്കുലാർ എന്ന് കേട്ട് കഴിഞ്ഞാൽ എന്റെ അർത്ഥം ബ്ലഡ് വെസൽ ആണ്. അപ്പൊ കാർഡിയോ വാസ്കുലർ സർജറി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അതിൽ നടക്കുന്നുണ്ടാവുക? ഇറ്റ് ഈസ് ദ സർജിക്കൽ ട്രീറ്റ്മെന്റ് ഓഫ് ഹാർട്ട് ആൻഡ് ബ്ലഡ് വെസൽ അല്ലെ. ഈ പറയുന്ന ഹൃദയത്തിലേക്ക് വരുന്ന മറ്റു രക്തക്കുഴലുകളിലൊക്കെ നടക്കുന്ന സർജിക്കൽ ട്രീറ്റ്മെന്റിനെയാണ് നമ്മൾ കാർഡിയോ വാസ്കുലർ സർജറി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത നോക്കൂ. കാർഡിയക് സർജറി ഇൻവോൾവ്സ് procedures like the bypass surgery, valve replacement and the surgery for the congenital defects. അതൊക്കെയാണ്. എന്ന് പറഞ്ഞാൽ കാർഡിയക് സർജറി എന്ന് പറയുമ്പോൾ അതിനകത്ത് ബൈപ്പാസ് സർജറി മാത്രമല്ല അല്ലെ, മറ്റെന്തൊക്കെ കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്? വാൽവ് റിപ്പയേഴ്സ് അല്ലെ. നമുക്കറിയാം നമ്മുടെ ഹൃദയത്തിൽ ധാരാളം വാൽവുകൾ ഉണ്ട്. നമുക്ക് ഹൃദയത്തിന് 4 അറകളുണ്ട്, ഒരുപാട് ഈ പറയുന്ന വാൽവുകൾ ഉണ്ട്. ട്രൈകസ്പിഡ് വാൽവ്, സെമിലൂണാർ വാൽവ് എന്നൊക്കെ പറഞ്ഞിട്ട് വാൽവുകൾ ഉണ്ട്. ഈ വാൽവുകളിലൊക്കെ എന്തെങ്കിലും തകരാറ് സംഭവിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അത്തരത്തിലുള്ള വാൽവിന്റെ റിപ്പയറുകൾ, അതുപോലെ തന്നെ വാൽവ് റീപ്ലേസ്മെന്റ്, ഇപ്പൊ വാൽവ് മാറ്റി സ്ഥാപിക്കാം. അതുപോലെ തന്നെ സർജറി ഫോർ ദ കൺജെനിറ്റൽ ഡിഫക്റ്റ്. കൺജെനിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കൺജെനിറ്റൽ ബൈ ബർത്ത് എന്നാണ് കേട്ടോ. ബൈ ബർത്ത് വെച്ചാൽ ജന്മനാ ഉണ്ടാവുന്ന ചില വൈകല്യങ്ങളില്ലേ, നമുക്ക് ജന്മനാ തന്നെ ചിലപ്പോൾ ഹൃദയത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങളായിട്ട് ജനിക്കുന്നവരൊക്കെ ഉണ്ടാവാം. ആ രീതിയിൽ കൺജെനിറ്റൽ ഡിഫക്റ്റ്, ഹൃദയത്തിന് ജന്മനാ തന്നെ വരുന്ന ചില വൈകല്യങ്ങൾ കേട്ടോ. ഓക്കെ, പറയാം കേട്ടോ.
കൺജനിറ്റൽ ഡിഫക്റ്റ്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സർജറികളൊക്കെ ഇതിനകത്ത് നടക്കുന്നുണ്ട്, കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിനകത്ത് നടക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ പറയുന്നത് എന്താണ്, വാസ്കുലാർ ഡീൽസ് വിത്ത് ദ ഡിസീസ് ഓഫ് ബ്ലഡ് വെസൽസ്. അതാണ് ഞാൻ പറഞ്ഞത്. വാസ്കുലാർ എന്ന് കേൾക്കുമ്പോൾ വെസൽസ് ആണ്, ബ്ലഡ് വെസൽസുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യണം കേട്ടോ. അപ്പൊ വാസ്കുലാർ ഡീൽസ് വിത്ത് ദ ഡിസീസ് ഓഫ് ബ്ലഡ് വെസൽസ്, ബ്ലഡ് വെസൽസിന്റെ അസുഖങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വിഭാഗമാണ് വാസ്കുലാർ എന്ന് നമ്മൾ പറയുന്നത് കേട്ടോ. അതോടൊപ്പം തന്നെ ഒരുപാട് സേവനങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. പേസ് മേക്കർ ഇംപ്ലാന്റേഷൻ ട്രീറ്റ്മെന്റ് ഫോർ മയോകാർഡിയൽ ഇൻഫാക്ഷൻ ഈസ് ആൾസോ ഡൺ ഇൻ ദിസ് ഡിപ്പാർട്ട്മെന്റ് കേട്ടോ. പേസ് മേക്കർ ഇംപ്ലാന്റേഷൻ കേട്ടിട്ടുണ്ടാവില്ലേ നിങ്ങൾ? പേസ് മേക്കർ ഇംപ്ലാന്റേഷൻ നമ്മുടെ ഹൃദയത്തിന്റെ സ്പന്ദനം നോക്കി ആ ഒരു ബീറ്റ് കൺട്രോൾ ചെയ്ത് റെഗുലേറ്റ് ചെയ്യുന്ന ഒരാൾ നമ്മുടെ ഹാർട്ടിനകത്തുണ്ട്. സൈനോഇട്രിയൽ നോഡ് എന്നൊക്കെ പറയുന്നത്, എസ് എ നോഡ് എന്ന് പറയും കേട്ടോ. അങ്ങനെ ഒരു നോഡ് ഉണ്ട് നമ്മുടെ ഹാർട്ടിന്റെ ആ ഒരു ബീറ്റിംഗ് കറക്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു നോഡ് ഉണ്ട്. അതിന് വല്ല കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അതാണ് പേസ് മേക്കർ. പേസ് മേക്കർ എന്ന് പറയുന്നത്. പേസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പേസ് എന്ന് പറഞ്ഞാൽ വേഗത എന്നുള്ള അർത്ഥമാണ് കേട്ടോ. നമ്മുടെ ഹാർട്ടിന്റെ ബീറ്റിന്റെ ആ ഒരു താളമാണ് അത് കറക്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ പറയുന്ന സൈനോഇട്രിയൽ നോഡിന്റെ എന്തെങ്കിലും കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ കൃത്രിമമായിട്ട് നമ്മൾ പേസ് മേക്കർ അവിടെ വെക്കേണ്ടതായിട്ട് വരും. ഹാർട്ടിന്റെ ബീറ്റ് കറക്റ്റ് ചെയ്യാനായിട്ട് കൃത്രിമമായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ഡിവൈസ് അവിടെ ഘടിപ്പിക്കേണ്ടതായിട്ട് വരും. അതിനെയാണ് നമ്മൾ പേസ് മേക്കർ ഇംപ്ലാന്റേഷൻ ആണ് പറയുക കേട്ടോ. അതൊരു ഡിവൈസ് ആണ്, ഹാർട്ടിന്റെ ബീറ്റിനെ റെഗുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് വെക്കുന്ന ഒരു ഡിവൈസ് ആണ് പേസ് മേക്കർ. പേസ് മേക്കർ ഇംപ്ലാന്റേഷൻ, അതുപോലെ തന്നെ അതിന്റെ ട്രീറ്റ്മെന്റുകൾ. പിന്നെന്താണ്? ട്രീറ്റ്മെന്റ് ഫോർ മയോകാർഡിയൽ ഇൻഫാക്ഷൻ. പേരൊന്നും കേട്ട് പേടിക്കേണ്ട. മയോകാർഡിയൽ ഇൻഫാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാർട്ട് അറ്റാക്ക് ആണ് കേട്ടോ. ഹാർട്ട് അറ്റാക്കിനെ പറയുന്ന മറ്റൊരു പേരാണ്. ഒരു പുതിയ പേര് നിങ്ങൾ പഠിച്ചില്ല. സാധാരണ എല്ലാവരും ഹാർട്ട് അറ്റാക്ക് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഹാർട്ട് അറ്റാക്കിന് തന്നെ പറയുന്ന പേരാണ് മയോകാർഡിയൽ ഇൻഫാക്ഷൻ. എന്താണ് പറയാ? മയോകാർഡിയൽ ഇൻഫാക്ഷൻ. ഞാൻ പേര് കേൾക്കുമ്പോൾ ഇതെന്താണെന്നൊന്നും വിചാരിക്കരുത്. ഹാർട്ട് അറ്റാക്കിനെ തന്നെ പറയുന്നതാണ് കേട്ടോ. അപ്പൊ മയോകാർഡിയൽ ഇൻഫാക്ഷൻ ഈസ് ആൾസോ ഡിപ്പാർട്ട്മെന്റ്. ഹാർട്ട് അറ്റാക്കിലുള്ള ചികിത്സകളൊക്കെ അവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. മയോകാർഡിയൽ ഇൻഫാക്ഷൻ, ഹാർട്ട് അറ്റാക്ക് വരുന്നത് എന്തുകൊണ്ടാണ്? ഇതുപോലെ തന്നെ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ ബ്ലഡ് അങ്ങോട്ടേക്ക് പാസ് ചെയ്യില്ല. അപ്പൊ തന്നെ ഒരു അറ്റാക്ക് വരും ഹാർട്ടിന്. ഹാർട്ട് അവിടെ പെട്ടെന്ന് നിന്നു പോകുന്നൊരവസ്ഥ. അതാണ് കേട്ടോ മയോകാർഡിയൽ ഇൻഫാക്ഷൻ. ആൻജിന എന്ന് പറഞ്ഞ വ്യത്യാസമുണ്ട്. അത് ആ ഫ്ലോ കുറയുന്നത് മൂലം വരുന്ന നെഞ്ചുവേദനയാണ് നമ്മൾ ആൻജിന എന്ന് പറയുന്നത്. ഫ്ലോ ചെയ്യുന്നുണ്ട്, പക്ഷെ ആ ഫ്ലോ കുറവായിരിക്കും. അപ്പൊ നെഞ്ചുവേദന എടുക്കപ്പെടും. അതാണ് ആൻജിന എന്ന് പറയുന്നത്. ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് അവിടെ ബ്ലോക്ക് ആയി, ഈ ബ്ലഡിന് അങ്ങോട്ട് പോകാനേ പറ്റില്ല. ആ സമയത്ത് ഹാർട്ട് ഈ പറയുന്നത് പെട്ടെന്ന് അതിന് നിന്നു പോകുന്ന അവസ്ഥ. അതാണ് കേട്ടോ ഹാർട്ട് അറ്റാക്ക് അഥവാ മയോകാർഡിയൽ ഇൻഫാക്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇനി ആരാണ് എന്നോട് ചോദിച്ചത്? കാർഡിയോ വാസ്കുലർ സർജറി അല്ലെ? കാർഡിയോ വാസ്കുലർ സർജറി എന്ന് പറഞ്ഞാൽ എന്താണ്? കാർഡിയോ എന്ന് പറയുന്ന ഹൃദയവുമായിട്ട് ബന്ധപ്പെടുത്താം, വാസ്കുലർ എന്ന് പറയുന്ന ബ്ലഡ് വെസലാണ് ആണല്ലോ. അപ്പൊ രണ്ടും ചേർത്ത് പറഞ്ഞാൽ മതി. കാർഡിയോ വാസ്കുലർ സർജറി ഡീൽസ് വിത്ത് സർജിക്കൽ ട്രീറ്റ്മെന്റ് ഓഫ് ഹാർട്ട് ആൻഡ് ബ്ലഡ് വെസൽ അല്ലെ? ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ട ബ്ലഡ് വെസലിന്റെ സർജിക്കൽ ട്രീറ്റ്മെന്റിനെയാണ് നമ്മൾ ചേർത്ത് പറയുമ്പോൾ കാർഡിയോ വാസ്കുലർ സർജറി. വാസ്കുലർ എന്ന് പറയുന്ന വാക്ക് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ബ്ലഡ് വെസലുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. ഇത്രയും ഭാഗങ്ങൾ ക്ലിയർ ആണ്. കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ഓക്കെ ആണോ നിങ്ങൾക്ക്? അപ്പൊ എന്താണ് കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാല്? ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, അബ്നോർമാലിറ്റീസ് അല്ലെങ്കിൽ ഡിസോർഡേഴ്സ് ഒക്കെ കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് കാർഡിയോളജി എന്ന് പറയുന്നത്. കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ഏറ്റവും ബിഗ്ഗസ്റ്റ് ഏരിയ എന്ന് പറയുന്നത് CAD ആണ് കേട്ടോ. കൊറോണറി ആർട്ടറി ഡിസീസ് പഠിച്ചു വെക്കണോണ്ടോ? കൊറോണറി ആർട്ടറി ഡിസീസ് അഥവാ CAD. ഇപ്പൊ ഡോക്ടേഴ്സിന്റെ ഒക്കെ എടുത്തപ്പോ CAD എന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ പറയണം കൊറോണറി ആർട്ടറി ഡിസീസ് ആണ്. അതിന് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പഠിച്ചത് ആൻജിനയാണ്. പിന്നെ എന്തൊക്കെ സേവനങ്ങളാണ് കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിനകത്ത് കൊടുക്കുന്നത്? എന്തൊക്കെയാണ്? ബൈപ്പാസ് അല്ലെ? ബൈപ്പാസ് സർജറികള്, വാൽവ് റിപ്പയറിങ്, വാൽവ് എന്താണ് ഫസി? എന്തെങ്കിലും ഉണ്ടോ ചോദിക്കാനായിട്ട്? എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ഫസിക്ക്? ഓക്കെ അല്ലേ? കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത്രയാണ് കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിനകത്ത് നമുക്ക് പഠിക്കാനായിട്ട്. ഓക്കെ ആണല്ലോ? ശരി, അടുത്തത് കേട്ടോ. നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റിലോട്ട് നമുക്ക് പോകാം. ഒരു ഡിപ്പാർട്ട്മെന്റിനോട് പഠിക്കാനുണ്ട് കേട്ടോ. അടുത്തതാണ് അനസ്തേഷ്യോളജി. ഇത് ഡിപ്പാർട്ട്മെന്റ് ആണ് അനസ്തേഷ്യോളജി. ആ ഡിപ്പാർട്ട്മെന്റ് നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പറയാത്തൊരു ഡിപ്പാർട്ട്മെന്റ് ആണ്. സോ നമുക്ക് പഠിക്കാം അനസ്തേഷ്യോളജി. അനസ്തേഷ്യ എപ്പോഴാണ് നമ്മൾ കൊടുക്കുക? എപ്പോഴാണ് നമ്മൾ അനസ്തേഷ്യ കൊടുക്കുക? സാധാരണയായിട്ട് അനസ്തേഷ്യ കൊടുക്കുക. അതെ, കറക്റ്റ്. സർജറിക്ക് മുൻപായിട്ടാണ് നമ്മൾ അനസ്തേഷ്യ കൊടുക്കുക. എന്തിനാണ് നമ്മൾ അനസ്തേഷ്യ കൊടുക്കുന്നത്? എന്ത് കാര്യത്തിന് വേണ്ടിയിട്ട് അനസ്തേഷ്യ കൊടുക്കുന്നത്?
എന്റെ കാര്യത്തിലായിരിക്കും നമ്മൾ അനസ്തേഷ്യ കൊടുക്കുക പെയിൻ അറിയാതിരിക്കാൻ. കറക്റ്റ് ആണ് അല്ലെ? പെയിൻ അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അനസ്തേഷ്യ കൊടുക്കുന്നത്. സാധാരണയായിട്ട് സർജറിക്ക് മുൻപായിട്ടാണ് നമ്മൾ അനസ്തേഷ്യ കൊടുക്കുന്നത് ആണല്ലോ. അതിനെ പറ്റി നമുക്ക് പഠിക്കാം. അതെ, വേദന അറിയാതിരിക്കാനായിട്ട് നോക്കുക. Doctors in this department administer anesthesia for the patients for procedures and surgeries. Okay, the anesthesiology will administer. പ്രധാനമായിട്ട് നമുക്ക് 3 ടൈപ്പ് അനസ്തേഷ്യകളാണ് പഠിക്കാനുള്ളത് കേട്ടോ. അനസ്തേഷ്യ പറയുമ്പോൾ 3 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണത്? ജനറൽ അനസ്തേഷ്യ, ലോക്കൽ അനസ്തേഷ്യ, റീജിയണൽ അനസ്തേഷ്യ. ഇതൊക്കെയാണ് 3 ടൈപ്പ് അനസ്തേഷ്യകള്. ജനറൽ അനസ്തേഷ്യ, ലോക്കൽ അനസ്തേഷ്യ, റീജിയണൽ അനസ്തേഷ്യ. ഓക്കെ, എന്താണ് ജനറൽ അനസ്തേഷ്യ എന്ന് പറഞ്ഞാൽ? എന്താണ് നോക്കിക്കേ. ജനറൽ അനസ്തേഷ്യ ഇസ് മെഡിസിൻ that is administered by an anesthesiologist, a medical doctor, through a mask or an IV cannula placed in the vein. Okay, when the anesthesia is working, the patient will become unconscious. എന്താണ് പറയുന്നത്? ജനറൽ അനസ്തേഷ്യ എങ്ങനെയാണ് കൊടുക്കുന്നത്? അതായത് അനസ്തേഷ്യ കൊടുക്കുന്ന അനസ്തേഷ്യ സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സ് ആയിരിക്കും കേട്ടോ. അതിന് വേണ്ടിയിട്ട് അതിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഡോക്ടർമാരാണ് അനസ്തേഷ്യ കൊടുക്കുന്നത്. അപ്പൊ ജനറൽ അനസ്തേഷ്യ എങ്ങനെയാ കൊടുക്കുന്നത്? ഒന്നില്ലെങ്കിൽ നമ്മള് മാസ്ക് മുഖേന അല്ലെ, കണ്ടിട്ടില്ല, അതിന് നമ്മള് മാസ്ക് മുഖേനയായിരിക്കും അനസ്തേഷ്യ കൊടുക്കുക. അല്ലെങ്കിൽ IV കാനുല. IV എന്ന് പറഞ്ഞാൽ എന്താണ്? IV എന്താണ്? ഇൻട്രാവെനസ് ആണ് കേട്ടോ. ഇൻട്രാവെയിൻ, അതായത് നമ്മള് നേരിട്ട് നമ്മുടെ വെയിനിലോട്ട് ഇൻസേർട്ട് ചെയ്യാണ് കേട്ടോ. നമ്മൾ സാധാരണ നമ്മുടെ എന്താ പറയാ ഹോസ്പിറ്റലിലൊക്കെ അഡ്മിറ്റ് ആകുമ്പോൾ ഒരു കാനുല വെക്കില്ലേ നമ്മുടെ കയ്യില്, നേരിട്ട് നമ്മുടെ വെയിനിലോട്ടാണ് ഇൻസേർട്ട് ചെയ്യുന്നത്. അതിന് കാനുല എന്നാണ് പറയുക, IV കാനുല. അത് നേരിട്ട് വെയിനിലോട്ടാണ് അത് ഇൻസേർട്ട് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് അതിലൂടെ നമ്മൾ എന്ത് ചെയ്യും? മരുന്നുകളും മറ്റൊന്നും കൊടുക്കുന്നത് ആ ഒരു കാനുല വഴിയായിട്ടായിരിക്കും. അപ്പൊ ആ രീതിയിൽ ഒന്നില്ലെങ്കിൽ മാസ്ക് മുഖേന അല്ലെങ്കിൽ നമുക്ക് IV കാനുല വഴിയായിട്ടും ഇത് കൊടുക്കാം. അനസ്തേഷ്യ മെഡിസിൻസ് രോഗികളെ അഡ്മിനിസ്റ്റർ ചെയ്യാം. ഓക്കെ, പിന്നെ എന്താണ് പറയുന്നത്? While the anesthesia is working, the patient will become unconscious. അല്ലെ, ജനറൽ അനസ്തേഷ്യയുടെ പ്രത്യേകതയാണ്. നമ്മൾ ജനറൽ അനസ്തേഷ്യ കൊടുക്കുമ്പോൾ രോഗി എന്താവാണ്? അൺകോൺഷ്യസ് ആവാണ് അല്ലെ. പൂർണ്ണമായിട്ടും എന്താണ് രോഗി ഒരു അബോധാവസ്ഥയിലോട്ട് മാറുന്നത്. എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ രോഗി ഒരു സ്ലീപ്പിംഗ് മോഡിലോട്ട് പോകും, ഒന്നും അറിയാൻ കഴിയില്ല. അതാണ് എന്ത്? ജനറൽ അനസ്തേഷ്യ. അപ്പൊ സാധാരണയായിട്ട് നമ്മൾ ജനറൽ അനസ്തേഷ്യ വലിയ വലിയ സർജറികൾ, ഇപ്പൊ മേജർ സർജറികളൊക്കെ വരുമ്പോൾ പൊതുവെ നമ്മൾ കൊടുക്കുന്നത് ജനറൽ അനസ്തേഷ്യ ആയിരിക്കും കേട്ടോ. അപ്പൊ അത്രയേ ഉള്ളൂ. ജനറൽ അനസ്തേഷ്യ എന്ന് പറഞ്ഞാൽ സാധാരണ ഒന്നില്ലെങ്കിൽ നമ്മൾ മാസ്ക് മുഖേനയായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ IV കാനുല. IV എന്ന് വെച്ചാൽ ഇൻട്രാവെനസ് ആണ് കേട്ടോ. ഇൻട്രാവെയിൻ, നേരിട്ട് ഡയറക്ട്ലി ഇൻസേർട്ടഡ് ഇൻ ദ വെയിൻ, നമ്മുടെ നേരിട്ട് വെയിനിലോട്ട് ഇൻസേർട്ട് ചെയ്യുന്ന ആ ഒരു നീഡിലിനെയാണ് നമ്മൾ IV കാനുല എന്നാണ് പറയുന്നത് കേട്ടോ. IV കാനുല വഴിയായിട്ടും നമുക്ക് ഈ പറയുന്ന മെഡിസിൻ അഡ്മിനിസ്റ്റർ ചെയ്യാം. പിന്നെ ജനറൽ അനസ്തേഷ്യ കൊടുക്കുമ്പോൾ രോഗി എന്താണ്? പൂർണ്ണമായിട്ടും അബോധാവസ്ഥയിലോട്ട് പോകുന്നു അല്ലെ. രോഗി എന്തായിരിക്കും? പൂർണ്ണമായിട്ടൊരു സ്ലീപ്പിംഗ് മോഡിലോട്ടായിരിക്കും പോകുന്നുണ്ടാവാം. ഓക്കെ, അതാണ് ജനറൽ അനസ്തേഷ്യ. അടുത്തതാണ് ലോക്കൽ അനസ്തേഷ്യ കേട്ടോ. എന്തായിരിക്കും ലോക്കൽ അനസ്തേഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? നോക്കിക്കേ, ലോക്കൽ അനസ്തേഷ്യ ബ്ലോക്സ് സെൻസേഷൻ ഇൻ സ്മോൾ ഏരിയാസ്. എന്ന് പറഞ്ഞാല് വളരെ ചെറിയ ഏരിയകളില് അല്ലെ, വളരെ ചെറിയ ഏരിയകളിൽ നമുക്ക് അവിടുത്തെ സെൻസേഷനെ ബ്ലോക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ലോക്കൽ അനസ്തേഷ്യ ഉപയോഗിക്കുന്നത്. ഓക്കെ, ചെറിയ ഏരിയകൾ, വളരെ ചെറിയ ഏരിയകളിലൊക്കെ നമുക്ക് അവിടുത്തെ ഒരു സെൻസേഷനെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ലോക്കൽ അനസ്തേഷ്യ ഉപയോഗിക്കുന്നത്. ആരാണ് പൊതുവെ ലോക്കൽ അനസ്തേഷ്യ ഉപയോഗിക്കുന്നത്? നോക്കിക്കേ, ഡെന്റിസ്റ്റ് യൂസ് ദ ലോക്കൽ അനസ്തേഷ്യ വൈൽ നമ്പറിംഗ് എ ജോ ഓർഗൻസ്. സാധാരണയായിട്ട് ലോക്കൽ അനസ്തേഷ്യ ഉപയോഗിക്കുന്നത് ആരാണ്? ഡെന്റിസ്റ്റുകളാണ് കേട്ടോ. അപ്പൊ അതിന് വേണമെങ്കിൽ ചോദ്യം ചോദിക്കാം. ഒരു ചോദ്യം വരാം, ഡെന്റിസ്റ്റുകൾ യൂസ് ചെയ്യുന്ന അനസ്തേഷ്യ ഏതാണ്? ഏത് അനസ്തേഷ്യാണ് ഡെന്റിസ്റ്റുകൾ ഉപയോഗിക്കുന്നത്? ലോക്കൽ അനസ്തേഷ്യ അല്ലെ. നമ്മൾ സാധാരണയായിട്ട് നമ്മൾ ചിലപ്പോൾ പല്ല് പറിക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പോകുമ്പോൾ, അതേപോലെ റൂട്ട് കനാലും മറ്റൊക്കെ ചെയ്യാനൊക്കെ ആയിട്ട് പോകുമ്പോൾ, അല്ലെങ്കിൽ ചില എന്തെങ്കിലും പല്ല് സംബന്ധമായുള്ള മൈനർ സർജറികളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്താ തരിക? ലോക്കൽ അനസ്തേഷ്യ ആണ്. ആ ഒരു ഏരിയ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? അവിടുത്തെ സെൻസേഷൻ മാത്രമേ ബ്ലോക്ക് ചെയ്യൂ. ഓക്കെ, ഇപ്പൊ ഡെന്റിസ്റ്റുകൾ യൂസ് ചെയ്യുന്നത് ലോക്കൽ അനസ്തേഷ്യ ആണ് കേട്ടോ. അടുത്തതാണ് റീജിയണൽ അനസ്തേഷ്യ. എന്താണ് റീജിയണൽ അനസ്തേഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നോക്കിക്കേ, ദ റീജിയണൽ അനസ്തേഷ്യ നംസ് എ സ്പെസിഫിക് പോർഷൻ ഓഫ് ദ ബോഡി. അതായത് നമ്മുടെ ശരീരത്തിന്റെ ഒരു പ്രത്യേക ഒരു സ്പെസിഫിക് ഭാഗം തന്നെ, എന്ന് വെച്ചാൽ അത്യാവശ്യം ഒരു മേജർ ഒരു വലിയൊരു ഭാഗം തന്നെയായിരിക്കും
അപ്പൊ ഒരു സ്പെസിഫിക് പോർഷൻ ഓഫ് ദ ബോഡി അല്ലെ, ബോഡിയുടെ ഒരു പ്രത്യേക ഭാഗങ്ങള് എന്താണ് അവിടെ മരവിപ്പിക്കാനായിട്ട്. നംസ് എന്ന് പറഞ്ഞാൽ എന്താണ്, NUMBS നംസ് എന്ന് വെച്ചാൽ മരവിപ്പിക്കാന്ന് പറഞ്ഞതാണ് കേട്ടോ. അവിടെ മരവിപ്പിക്കാനായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് റീജിയണൽ അനസ്തേഷ്യ ഉപയോഗിക്കുന്നത്. ഏറ്റവും നല്ല ടിപ്പിക്കൽ എക്സാമ്പിൾ ഏതാണെന്ന് അറിയാമോ? സിസേറിയൻ സെക്ഷൻ. ഓക്കെ, സിസേറിയൻ സെക്ഷന് കൊടുക്കുന്നത് ഏത് ടൈപ്പ് അനസ്തേഷ്യയാണ്? റീജിയണൽ അനസ്തേഷ്യയാണ് കൊടുക്കുന്നത്. സിസേറിയൻ കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് അറിയാൻ പറ്റും അല്ലെ, എന്താണ് അവിടെ എങ്ങനെയാണ് ആ ഒരു ഭാഗം മാത്രമാണ് അവിടെ മരവിപ്പിക്കുന്നത്. പക്ഷെ നമ്മൾ എന്താണ്, നമുക്ക് ബോധം ഉണ്ടായിരിക്കും അല്ലെ, നമ്മൾ വളരെ കോൺഷ്യസ് ആയിരിക്കും, ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അറിയിച്ചിട്ടുണ്ടാവും. എന്തിനു പറയണം, ഇങ്ങനെ ഒരു പ്രൊസീജിയർ നടക്കുന്നുണ്ടെന്ന് പോലും നമുക്കറിയാം. പക്ഷെ എന്ത് മാത്രം അറിയുന്നുണ്ടാവില്ല, വേദന മാത്രം നമ്മൾ അറിയുന്നുണ്ടാവില്ല അല്ലെ. ചെയ്തവർക്ക് അറിയാൻ പറ്റും അല്ലെ, സിസേറിയൻ സെക്ഷൻ ചെയ്തിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. അപ്പൊ സിസേറിയൻ ചെയ്യുന്നത് റീജിയണൽ അനസ്തേഷ്യയാണ് അവിടെ ഉപയോഗിക്കുന്നത് കേട്ടോ. നോക്കിക്കേ, സിസേറിയൻ സെക്ഷൻസ് ആർ ഡൺ വിത്ത് റീജിയണൽ അനസ്തേഷ്യ. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ അവിടെ ഒരു പ്രത്യേകതയുണ്ട്. അവിടെ എന്താണ്, രോഗി എന്തായിരിക്കും, കോൺഷ്യസ് ആയിരിക്കും അല്ലെ. അപ്പൊ രോഗി അബോധാവസ്ഥയിലാവുന്നില്ല, കോൺഷ്യസ് ആയിരിക്കും. കാര്യം ചുറ്റും നടക്കുന്ന കാര്യങ്ങളെല്ലാം അവർക്ക് അറിയാൻ പറ്റും കേട്ടോ. പക്ഷെ എന്ത് മാത്രം അറിയുന്നുണ്ടാവില്ല, വേദന മാത്രം അവര് അറിയുന്നുണ്ടാവില്ല. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. ക്ലിയർ ആയോ? അപ്പൊ 3 ടൈപ്പ് അനസ്തേഷ്യ ആണുള്ളത്. ഏതൊക്കെയാണ്? ജനറൽ അനസ്തേഷ്യ, ലോക്കൽ അനസ്തേഷ്യ, റീജിയണൽ അനസ്തേഷ്യ. ജനറൽ അനസ്തേഷ്യ, നംസ് എന്ന് പറഞ്ഞാൽ മരവിപ്പിക്കുക കേട്ടോ, മരവിപ്പിക്കും. അവിടുത്തെ സെൻസേഷൻ ബ്ലോക്ക് ചെയ്യും. ഓക്കെ, മരവിപ്പിക്കുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അപ്പൊ എന്താണ് ജനറൽ അനസ്തേഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സാധാരണ മാസ്ക് വഴിയോ അല്ലെങ്കിൽ IV ക്യാപ്പിൽ വഴിയോ ആണ് മാസ്ക് കൊടുക്കുന്നത്, രോഗികൾക്ക് കൊടുക്കുന്നത്. ജനറൽ അനസ്തേഷ്യ കൊടുക്കുന്ന സമയത്ത് രോഗി എന്താണ്, പൂർണ്ണമായിട്ടും അൺകോൺഷ്യസ് ആവാണ് അല്ലെ, അബോധാവസ്ഥയിലോട്ട് പോവാണ്. ഇനി ലോക്കൽ അനസ്തേഷ്യ എന്ന് പറഞ്ഞാൽ ചെറിയ ഏരിയ മാത്രം അല്ലെ, ചെറിയ ഏരിയയുടെ ആ ഒരു സെൻസേഷൻ ബ്ലോക്ക് ചെയ്യാനായിട്ടാണ് നമ്മൾ ലോക്കൽ അനസ്തേഷ്യ ഉപയോഗിക്കുന്നത്. സാധാരണയായിട്ട് ആരും ഉപയോഗിക്കുന്നത് ഡെന്റിസ്റ്റുകൾ, ഡോക്ടർമാർ ഉപയോഗിക്കുന്ന അനസ്തേഷ്യ ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം അത് ലോക്കൽ അനസ്തേഷ്യയാണ്. മൂന്നാമത്തതാണ് റീജിയണൽ അനസ്തേഷ്യ. അതെന്താണ്? ആ അനസ്തേഷ്യ എന്ന് പറയുന്ന ഒരു സ്പെസിഫിക് റീജിയൻ ഓഫ് ദ ബോഡി, അല്ലെങ്കിൽ ഒരു നമ്മുടെ ബോഡിയുടെ ഒരു പ്രത്യേക ഭാഗങ്ങള് മരവിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റീജിയണൽ അനസ്തേഷ്യ ഉപയോഗിക്കുന്നത്. ഏറ്റവും നല്ല എക്സാമ്പിൾ ഏതാണ്? സിസേറിയൻ സെക്ഷൻസ്. സിസേറിയൻ സെക്ഷൻസ് നമ്മൾ ചെയ്യുന്നത് റീജിയണൽ അനസ്തേഷ്യയാണ്. ഓക്കെ ആണല്ലോ. ഇനി നോക്കിയേ, ഡ്യൂറിംഗ് ദ സർജറി the anesthesiologist will monitor the patient's blood pressure, heart rhythm, temperature, level of consciousness and amount of oxygen in the blood. ഈ സർജറിയുടെ സമയത്ത് എന്ത് ചെയ്യും, അനസ്തേഷ്യോളജിസ്റ്റ് ഈ പറയുന്ന പേഷ്യന്റിന്റെ ബ്ലഡ് പ്രഷർ, അതുപോലെ അവരുടെ ഹാർട്ട് റിതം, അവരുടെ ടെമ്പറേച്ചർ, പിന്നെ അവരുടെ ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് അല്ലെ, അവരുടെ ബോധാവസ്ഥ എത്രത്തോളം ഉണ്ട്, അതുപോലെ തന്നെ അവരുടെ ബ്ലഡിനകത്തുള്ള ഓക്സിജന്റെ ലെവൽ, ഓക്സിജൻ സാച്ചുറേഷൻ, അതൊക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവും, മോണിറ്റർ ചെയ്യുന്നുണ്ടായിരിക്കും അല്ലെ. കാരണം ഇതൊക്കെ അത്രയും അധികം നമ്മൾ അനസ്തേഷ്യ കൊടുത്തിട്ട് ഡോക്ടർ പോവല്ല ചെയ്യുന്നത്. അവരെന്താണ്, ആ പ്രൊസീജിയർ നടക്കുന്ന സമയം അത്രയും ആ ഒരു രോഗിയുടെ ബ്ലഡ് പ്രഷറും ഹാർട്ട് റിതവും ടെമ്പറേച്ചറും മറ്റുള്ള ഓക്സിജൻ സാച്ചുറേഷനും ഒക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ടാകും, മോണിറ്റർ ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. പിന്നെ നമ്മള് 4 ഡിപ്പാർട്ട്മെന്റുകളാണ് പഠിച്ചത്. ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകളാണ് നമ്മൾ പഠിച്ചത്? ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് പഠിച്ചു. പിന്നെ നമ്മൾ കാഷ്വാലിറ്റി എമർജൻസി ഡിപ്പാർട്ട്മെന്റ് പഠിച്ചു, കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ്, അനസ്തേഷ്യോളജി ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, അപ്പൊ 4 ഡിപ്പാർട്ട്മെന്റുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും ഡിപ്പാർട്ട്മെന്റുകൾ ഓക്കെ ആണോ? നിങ്ങൾക്ക് ക്ലിയർ ആണോ? ഓക്കെ ആണോ? ശരി, അപ്പൊ ഞാനൊന്ന് അൺമ്യൂട്ട് ചെയ്യാതെ കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. കേട്ടോ. ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ഫോളോ ചെയ്ത് പോകാൻ പറ്റുന്നില്ലേ? ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? ഓക്കെ ആണല്ലോ. പിന്നെ ടെക്സ്റ്റ് ബുക്ക് കിട്ടുമ്പോൾ കുഴപ്പമുണ്ടാവില്ല കേട്ടോ. ടെക്സ്റ്റ് ഇല്ലാതിരിക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. കിട്ടിക്കഴിഞ്ഞാൽ ശരി. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ശരി, താങ്ക് യു.